Mathematically, the resultant is obtained by the equation r is equal to square root of p square plus q square plus 2pq cos alpha, where alpha is the angle between the two velocities. If the velocities are perpendicular, angle becomes 90 degree and the resultant becomes r is equal to square root of p square plus q square, since cos 90 is equal to 0. If two velocities are acting at a point OB and OB, ഞാൻ നിധി then നിധി the ഈസ് മേനൻ. resultant is ഇപ്പൊ represented പഠിക്കുന്നത് by 11th the ബയോ diagram. മാത്സ്. ലില്ലി മിസ്സായി ക്ലാസ് എടുക്കുന്നത്. Complete the parallelogram O B D C. നല്ല ക്ലാസ് എന്നാ സ്റ്റുഡൻസ് ഒക്കെ പറയാ. പക്ഷേ എനിക്കെന്തോ കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഈ ക്ലാസ് മാത്രമല്ല, കുറച്ചു നാളായിട്ട് ഒരു ക്ലാസ്സും ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല. 9th കഴിയണ വരെ ഈ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പഠിപ്പിൽ മാത്രമല്ല, മ്യൂസിക്, സ്പോർട്സ് എല്ലാത്തിലും ആക്റ്റീവ് ആയിരുന്നു. ടീച്ചേഴ്സിൻ്റെ പെറ്റ്. റാങ്ക് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നതാ. റിസൾട്ട് വന്നപ്പോൾ വെറും ഡിസ്റ്റിങ്ഷൻ. അതോടെ പ്രിൻസിക്കും എൻ്റെ മൈൻഡിലാണ്ടായി. മമ്മിയും പിണങ്ങി. പാവം മമ്മി. മമ്മിക്ക് എന്നെ പറ്റി വലിയ എക്സ്പെക്റ്റേഷനാണ് എപ്പോഴും. ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയതെന്ന്. അവരോട് പറഞ്ഞിട്ടില്ല ഇതുവരെ, ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ വല്ലാത്തൊരു പ്രോബ്ലത്തിലാ. ആരോടെങ്കിലും എനിക്കിത് പറയണമെന്നുണ്ട്. പക്ഷെ എന്തോ പറയാൻ തുടങ്ങുമ്പോൾ പറയണ്ടെന്ന് തോന്നും. ഞാൻ പറയാം, പിന്നൊരു ദിവസം എല്ലാം പറയാം. On the night of shining stars, why do the clouds whisper the words I can never hear again? Am I dreaming? Am I seeking something I don't understand? And now here I wait for a brand new day. Why do angels live in the heavens above?
നിധി. ഹായ്. ഇത് സന്ദീപ്. ഇവൻ സെയിന്റ് പോൾസില് +2. സ്കൂൾ വിട്ട് വരുമ്പോ ഇതുപോലെ മിക്ക ദിവസവും ഞങ്ങൾ തമ്മിൽ കാണും. എന്റെ നല്ല ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് പറയുമ്പോ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടൊന്നും അല്ല കേട്ടോ. ഒരു കൊല്ലായിട്ടുണ്ടാവും പരിചയപ്പെട്ടിട്ട്, ഇല്ലേ? ഞങ്ങളെങ്ങനെ പരിചയപ്പെട്ടതറിയോ? ദേ അവിടെ ഇരിക്കാം. ഓക്കേ. No. ചേച്ചി ഒരു 2 ടിക്കറ്റ് തരൂ. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. പ്ലീസ് ഒരു 2 ടിക്കറ്റ് തരില്ല. ഒരു 2 ടിക്കറ്റ് തരൂ പ്ലീസ്. ഏതല്ല തുകാരല്ലേ? പ്ലീസ് പ്ലീസ്. ഓ ഇതാണെന്ന് തോന്നുന്നു. F9. വാ ഇരിക്കി. AC ഇല്ലേ? ഹായ്. ഹായ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവനോട് മിണ്ടാൻ വരും. അങ്ങനെ പരിചയമായി. ഞങ്ങളുടെ സ്കൂളില് കുറെ ബോയ്സ് ഉണ്ട്, ബോറന്മാര്. അവരോടൊന്നും ഞാൻ മിണ്ടാറില്ല. അവരെ പോലെ അല്ല ഇവൻ. He's a gem. I like him. No. She loves me. അയ്യ, അതില്ല. I like him. അതിലും വലിയ ഇഷ്ടമുണ്ടോന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. എപ്പോ പറയും? ബൈ. ബൈ. ഇവിടെയാ ഞാൻ താമസിക്കുന്നത്. ആ നാരായണൻകുട്ടിയേട്ടാ, കീ അനിയത്തിക്കുട്ടി ഒന്ന് വാങ്ങിക്കൊണ്ട് പോയല്ലോ. അവൾ എത്തിയോ? പിന്നെ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ടാവും. You are late today. ഓടിക്കൊരങ്ങി. ഇത് കനി, എന്റെ അനിയത്തിയാ. 5th പഠിക്കുവാ. എന്റെ സ്കൂളിലല്ലാട്ടോ, സെയിന്റ് തെരേസാസില്. എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഇവളെ കാണണം. സങ്കടം വരുമ്പോ ഇവളെ കണ്ട എല്ലാ സങ്കടവും തീരും. സന്തോഷം വരുമ്പോ ഇവളെ കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷവും തോന്നില്ല. ചുമ്മാ ഒറ്റക്കിരുന്ന് മോൾക്ക് ബോറടിച്ചോടാ. ഇതെന്റെ ഗോൾഡിക്കുട്ടി. കനി കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവളെയാ. സ്കൂളിൽ പോകുമ്പോ ഇവളെ താഴെ നാരായണൻകുട്ടിയേട്ടന്റെ അടുത്താക്കും. ഇപ്പൊ കനി കൊണ്ടുവന്നതാ. നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഫ്രിഡ്ജിലൊന്നുമില്ലേ? മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവൂലോ. നോക്കി ചേച്ചി വന്നിട്ട് ചൂടാക്കി തട്ടേന്ന് കരുതി. ഇങ്ങനൊരു മടിച്ചി. ചെല്ല്, യൂണിഫോം മാറ്റിട്ട് വാ. ഹലോ നിധി, മമ്മിയാണ്. കനി എത്തിയോ? വന്നപാടെ 2 യൂണിഫോം പോലും മാറ്റാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാവൂല്ലേ? ശരി. ആ, ഫുഡ് ചൂടാക്കി കഴിക്ക്. പിന്നെ പപ്പ വിളിച്ചിരുന്നു, ഇന്ന് വരും. ഷോപ്പ് അടച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പപ്പയും പിക്ക് ചെയ്തേ വരൂ. 8:30 ട്രെയിന്. അതുവരെ ടിവിയും കണ്ട് കളിച്ച് നടക്കാതെ 2 ഇരുന്ന് പഠിച്ചോളണം. ഓക്കെ, മമ്മി വെക്കുക. ഷോപ്പിൽ നല്ല തിരക്ക്. ശരി മമ്മി. അതാ ഞങ്ങളുടെ മമ്മി. മമ്മിക്ക് എപ്പോഴും തിരക്കാ. സിറ്റിയില് 2 ഷോപ്പുണ്ട്. രാവിലെ പോയാല് രാത്രി 8 മണിക്ക് ഷോപ്പ് അടിച്ചിട്ടേ വരൂ. എന്നാലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മമ്മി നന്നായി ശ്രദ്ധിക്കും. ഞങ്ങളെ വലിയ ഇഷ്ടാ. എല്ലാ മമ്മിമാർക്കും മക്കളെ ഇഷ്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ മമ്മിക്ക് ഞങ്ങള് 100 ഇരട്ടി ഇഷ്ടമാ. പിന്നെ എന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. പറയാം, ഇനി ഒരിക്കൽ പറയാം. ഹലോ. ഹായ് പപ്പ. നിധി മോൾ എവിടെ?
ചേച്ചി ഡ്രോയിങ്ങിലാ. എങ്ങനെയുണ്ട് നമ്മുടെ പഠിപ്പൊക്കെ? നമ്മുടെ പഠിപ്പൊക്കെ അടിപൊളി. ചേച്ചിയുടെ കാര്യം എനിക്കറിയില്ല. കണ്ടോ, വെറുതെ അല്ല ഇവള് പാരയാണെന്ന് നിധി പറയുന്നത് അല്ലേ? ഏയ്, എന്തു പറ്റി മോക്ക്? മുഖം ആകെ വാടിയിരിക്കുന്നു. സുഖമല്ലേ? ഒന്നുമില്ല. അല്ലല്ല, എന്തോ ഉണ്ട്. അതൊന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞു കാണുന്നതിന്റെ ആവോ? അത്രേ ഉള്ളൂ, അല്ലാതെ അവൾക്ക് അസുഖമൊന്നുമില്ല. ഓക്കെ. ആ, രണ്ടാൾക്കും പപ്പയുടെ വക ഒരു സർപ്രൈസ് ഉണ്ട്. ഡ്രസ്സാ? എക്സാക്ട്ലി. എല്ലാ ആഴ്ചയും വരുമ്പോ ഓരോന്നിങ്ങനെ വാങ്ങിക്കൊടുക്കണോ? സാലറി മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർന്നാലേ മോഹന് സമാധാനാവുള്ളൂ. തന്നെ പോലെ വരവ് ചെലവ് കൃത്യമായി നോക്കി ജീവിക്കാനായി ഞാൻ ബിസിനസ്സുകാരനൊന്നുമല്ല. അല്ല മക്കളെ? വൗ, ക്യൂട്ട്. നോക്ക് ഇഷ്ടപ്പെട്ടോ? ഗുഡ്. പപ്പയുടെ ലിറ്റിൽ ഏഞ്ചൽസ് ഒരു കാര്യം ചെയ്യും, വേഗം ഈ ഡ്രസ് ഇട്ട് റെഡിയായി വാ. പപ്പ ഒന്ന് കാണട്ടെ. എന്നിട്ട് നമ്മൾ പുറത്തു പോകുന്നു ഡിന്നറിന്. അപ്പോഴേക്കും പപ്പയെ ഒന്ന് ഫ്രഷ് ആവാം. ഞാനും വേഗം വേണം, എനിക്ക് ഭയങ്കര വിശപ്പ്. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്താ വരാത്തെ? എനിക്ക് വിശക്കണു മമ്മി. വരും, നീ കിടന്ന് ബഹളം വെക്കാതെ. ഒന്ന് ഡ്രസ് ചെയ്യാൻ ഇത്ര നേരം? ഞാൻ എത്ര പെട്ടെന്ന് റെഡിയായി. നീ എന്താ പപ്പ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് ഇടാത്തെ? അത് ലൂസാ. അപ്പൊ അവളുടെ കറക്റ്റ് ആണല്ലോ. പോട്ടെ, അവക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ വാങ്ങിക്കാം. അല്ല മോളെ? പപ്പ വണ്ടി വിട്, വിശപ്പ്. ആരാ അത് സ്കൂൾമേറ്റാ. വേണമെങ്കിൽ പോയി സംസാരിച്ചോളൂ. ഇല്ല, വേണ്ട. ഇറ്റ്സ് ഓക്കെ, ചെല്ല്. മമ്മി വേഗം ഓർഡർ ചെയ്യ്, എനിക്ക് വിശക്കണു. എനിക്കിത് മതി. ഹലോ, ഇത് നിധി. ഹായ്. ഹായ്. എന്റെ സ്കൂളിലാ. ബോയ്സ് സ്കൂളിലോ? അല്ലല്ല, വേറെ സ്കൂളില്. എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടെന്ന് പറഞ്ഞോ? ഫ്രണ്ട്. ഇതിന്റെ ചേച്ചി അനിത പണിക്കർ, ഇന്ത്യ വിഷനിലെ പ്രൊഡ്യൂസറാ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാം. ഇത് രമേശ് ചേട്ടൻ, ഇന്ത്യ വിഷനിൽ തന്നെയാ. ഹലോ. ഹലോ. ചേച്ചിയുടെ ഫ്രണ്ട്. ഇതെന്റെ പാരന്റ്സ്. ഹലോ. ഹലോ. ഓക്കെ, ബൈ. അപ്പോ എല്ലാം പ്ലാൻഡ് ആയിരുന്നു അല്ലേ? എന്ത്? രമേശ് ഗ്രാൻഡി പോവാന്ന് പറഞ്ഞിട്ടും നീ അല്ലേടാ കുട്ട ആ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നിർബന്ധം അതുകൊണ്ട് പിടിച്ചത്. നല്ല ഫുഡ് കഴിക്കാൻ പറ്റില്ലേ? ആ സുന്ദരിക്കുട്ടി ഇതുപോലെ പേരൻസിനെ നിർബന്ധിച്ചിട്ടുണ്ടാവും അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ. ഏത് സുന്ദരിക്കുട്ടി? ഞാൻ ഇന്നൊരു സുന്ദരിക്കുട്ടി അവിടെ കണ്ടുള്ളൂ. എന്താടാ അവളുടെ പേര്? നിധി. ഈ പ്രായത്തിൽ നിന്റെ ചേച്ചിക്ക് പോലും തോന്നാത്ത ഐഡിയ നിനക്ക് എങ്ങനെ തോന്നിയടാ? അത് ജന്മവാസനയാ. ഓ, അതുകൊണ്ടാവും മീശ മുളക്കുന്നതിന് മുമ്പേ തുടങ്ങിയത്. വീട്ടിലെത്തട്ടെ, ഇന്നെന്താ നടക്കാൻ പോണെന്ന് കാണാം. ദേ, ഇവ കാര്യങ്ങൾ എന്നെ ഭരിക്കാൻ പറ്റരുത്. എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. വണ്ടി വിട്. എന്താടാ ഭരിച്ചാല്? ഒന്നുമില്ലേലും നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതല്ലേ ഞാൻ. 5 വയസ്സല്ലേ? 50 വയസ്സൊന്നും അല്ലല്ലോ. ചേച്ചി ഡിന്നറിന് ബോയ് ഫ്രണ്ടിനെ കൂട്ടുവിളിച്ചപ്പോ ഞാൻ എതിർത്തോ? അതുപോലെയാണോ ഇത്? ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തതല്ലേ? ആ, എന്നാ ഇതും ഫിക്സ് ചെയ്തു. എന്തോ? അല്ല, ഇതും ഫിക്സ് ചെയ്തു. ആര് ഫിക്സ് ചെയ്തു? ഞാൻ ഫിക്സ് ചെയ്തു. ഇറങ്ങടാ. നിന്നോടാ പറഞ്ഞ ഇറങ്ങാൻ. എല്ലാ കാര്യവും നീ സ്വന്തമായി ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഇനി സ്വന്തമായി നടന്ന വീട്ടിലേക്ക് വന്നാ മതി. ചേച്ചി ഇവിടെ നല്ല ദൂരമുണ്ട്. ആ, സാരമില്ല. ഓട്ടോ പിടിക്കാൻ കാശില്ല എന്റെ. എന്താ സന്ദീപ് ഇത്? ചേച്ചിയുടെ കൂടെ പുറത്തു പോയാ ചേച്ചിയുടെ കൂടെ തന്നെയല്ലേ തിരിച്ചു വരിക, അല്ലാതെ അവളെ തനിച്ചേക്ക് മുങ്ങ ചെയ്യാ? ആര് പറഞ്ഞു ഞാൻ മുങ്ങിന്ന്? അനി പറഞ്ഞു. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയതു ഏതൊരു ഫ്രണ്ടിനെ കണ്ട് നീ അയാളുടെ ബൈക്കിന്റെ പിന്നാലെ കയറി പോയിന്ന്. 2 കിലോമീറ്റർ എന്നെ നടത്തിയതും പോരാ. 2 കിലോമീറ്റർ ഇല്ല, കഷ്ടി 1 ഫർലോങ് കാണും. 1 ഫർലോങ് ഞാൻ കാണിച്ചു തരാം. കുറെ നാളായി തുടങ്ങിയിട്ടത്. എങ്ങോട്ടാ വിളിക്കുന്നത്? പോലീസ് സ്റ്റേഷനിലേക്കാ? അല്ല, ഖത്തറിലേക്ക്. മര്യാദയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവിടെ കഴിഞ്ഞിരുന്ന എന്നെ കൂട്ടിനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് ചേച്ചി പീഡിപ്പിക്കുകയാണെന്ന് അവരും കൂടെ അറിഞ്ഞോട്ടെ. ആ, അച്ഛനെ അമ്മ വിളിക്കുമ്പോ എന്തിനാ മോനെ ഞാൻ വഴിയിലിറക്കി വിട്ടേന്നും കൂടി ഒന്ന് പറഞ്ഞേക്കണം. മോന് ബുദ്ധിമുട്ടാണെങ്കിൽ ചേച്ചി പറഞ്ഞോളാം. എന്താ വിളിക്കുന്നില്ലേ? പിന്നെ വിളിച്ചോളാം. എന്താ ഇനി ഇത്? നീ ഇവനെ ഇറക്കി വിട്ടാണോ അതോ ഇവൻ മുങ്ങിയതാണോ? രണ്ടും അല്ല അച്ഛമ്മേ. വരുന്ന വഴിക്ക് അച്ഛമ്മയുടെ പുന്നാര മോനെ
ഒരു വലിയ നിധി കിട്ടി. നിധിയോ? അതച്ചമ്മേ എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യ. അവന്റെ വീട്ടില് കിണറുത്തിയപ്പോ ഒരു വലിയ നിധി കിട്ടിത്രേ. ആ കൂട്ടുകാരനെന്ന് പറഞ്ഞപ്പോ ഞാനന്ന് ചേച്ചി കേട്ടതാ. അത് ചേച്ചിക്ക് ഈടായിട്ട് ചെവിക്ക് എന്തോ തകരാറുണ്ട്. നാളെ നമുക്ക് ഡോക്ടറെ കാണാട്ടാ. വേണ്ട വേണ്ടടാ ചക്കരെ. എന്താന്നറിയില്ല, ചിലപ്പോ എനിക്ക് ചേച്ചിയോട് ഭയങ്കര സ്നേഹം വരും. ഈ കുട്ടികളുടെ ഒരു കാര്യം. ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരം പാതിരാത്രിയായി. അതെ, ഉറങ്ങേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങിയ ചേച്ചിയുടെ ചെവിയുടെ തകരാറ് മാറും, തലയുടെയും. അപ്പൊ പോയി കിടന്ന് ഉറങ്ങി ചക്കരെ. ഗുഡ് നൈറ്റ്. അറിയാതെ നിഴലായി ചേർന്നില്ല. നൂറു കിനാവുകൾ, നൂറു നിറങ്ങളായി കോമലേ. ഇതിലേ നീ എന്റെ വന്നില്ല, ഒരു കാറ്റിൻ കനവായി മാഞ്ഞില്ല, പറയാതെ പിറകിൽ നിന്നില്ല, അറിയാതെ നിഴലായി ചേർന്നില്ല. നൂറു കിനാവുകൾ, നൂറു പകൽ മായും നേരത്ത് തിരയെണ്ണി തിരയെണ്ണി കടലോരത്തലയാ നീ വന്നില്ല. വെറുതെ മുടിയിടയിൽ വിരലോടി ചോദിച്ച് പറയരുതാ കാര്യം കാതിൽ ചൊല്ലില്ല. വെയിൽ ചായും കുന്നിൻ മേൽ മഴ ചാരും നേരം മഴവില്ലിൻ പീലി പറുക്കാനെത്തിയില്ല. ഒരു മുകിലിൻ മോഹങ്ങൾ അനുരാഗം ചൂടും ആകാശത്താൽ വരയിൽ നീ വന്നില്ല. നൂറു കിനാവുകൾ, നൂറു നിറങ്ങളായി കോമലേ. മൗനത്തിൻ ആഴത്തിൽ അളവില്ലാ സ്വപ്നങ്ങൾ കൈക്കുമ്പിൾ നിറയെ കോരിയെടുക്കാം. പ്രണയത്തിൻ നീലിമയിൽ എന്തേ നീ വന്നില്ല, എന്നോടൊത്തിതുവഴി നീ വന്നില്ല. ഒരു പൂവിൻ ഇഷ്ടങ്ങൾ കുളിച്ചോടും നേരം പുലർമഞ്ഞിൻ തൂവലുമായി നീ വന്നില്ല. കിളിവാതിൽ ചാരാതെ നീ രണ്ടും നീട്ടി എതിർവാനച്ചന്ദ്രിക പോൽ നീ നിന്നില്ല. നൂറു കിനാവുകൾ, നൂറു നിറങ്ങളായി ജീവനിലേ. ഇതിലേ നീ എന്തേ വന്നില്ല, ഒരു കാറ്റ്
അരികിൽ നിന്നില്ല, അറിയാതെ നിഴലായി ചേർന്നില്ല, മൊഴിയറിയാതെ കരളുകളേതോ മധുരം തേടുമ്പോൾ നൂറു കിനാവുകൾ. My wife and I were happy for 20 years. Then we met. നിങ്ങൾ നോക്കിയോ, ഇത് വെച്ചാ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോണത്. കൊള്ളാം. മാനുവലിന്റെ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ആഹാ പറഞ്ഞ് ചിരിച്ചു നടന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കൊന്നും നടക്കട്ടെ. നിങ്ങൾ വിട്ടോ. ഹലോ ഹലോ ഹലോ, കുറെ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാൻ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ. ഓ തമാശ തമാശ. പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്നു മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവിയത് ഞങ്ങളെ വെറുതെ വിട്. ഓ, നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി. ഹായ് മോളെ, പതുക്കെ. ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ PT ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രാം ആണെന്നേ തോന്നുന്നു. എന്റെ അങ്കിളെ, എത്രാമത്തെ തവണ അങ്കിൾ ഇത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ? എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റേഴ്സിൽ ബീന മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിന് മെഴുതിരി കത്തിച്ചോളാമെന്ന് ഞാൻ നേർന്നിരിക്കുക. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ. അങ്കിൾ ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്ന തന്നെയാ ബെറ്റർ. എന്റെ കൂടെ ഓടി എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണോലെ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ നോക്കാം. നോക്കാം. റെഡി, നിക്ക്. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്ത് അങ്ങാനും കാല് കുത്തിയ ചവിട്ടി എല്ലോടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സാർ. ആരെ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടിൽ പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തൻ താമസിക്കുന്നുണ്ട്, അവന് തലയുയർത്തി പുറത്ത് കിടക്കേണ്ടതാന്നൊരു വിചാരം അതുമില്ല. ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസേ. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. ദാ വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്. മാനുവൽ സാർ അപ്പോഴേക്ക് എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. വലിയ പോരാ സാർ. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒലക്കി കടിച്ചു കൊല്ലും. ഇല്ല, ഞാൻ വല്ല ട്രെയിനിൽ തലവെക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ, അത് കാര്യമില്ല ഗീതേ. നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും. എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്ക് ഇത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് മറ്റേ വർത്താനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശ് ചോദിക്കട്ടാ, ഞാൻ തന്നോളാം. പൈസ ഞങ്ങൾ കൊടുത്തോളാം. മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. അല്ല, എന്താ ഉദ്ദേശം? എന്ത്? എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീയല്ലേ പറഞ്ഞു ഉച്ചയ്ക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ? ഇങ്ങോട്ട് വാ, പറയാം. ഫ്ലാറ്റിലേക്ക് ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് 2-1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു നാടാവി? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് സംസാരം. എടാ,
ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട അല്ല നാരായണൻകുട്ടി. ആ 7Aയിൽ തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPRന്റെ ആരെങ്കിലും ആണോ? സോറി സർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. ഓ, നീ എനിക്കിട്ടൊന്ന് താങ്ങ് കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല. താങ്ങാൻ എന്നാ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നീ കൂവി തെളിയണുണ്ട് കേട്ടാ. ഗുഡ് മോർണിംഗ് കരിമോളെ. ഗുഡ് മോർണിംഗ് ബിജുമോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ, മോളു എന്നെ അങ്ങനെയാ വിളിക്കണേ. സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ. ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റൂ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ ശാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടൊക്കെ ഹാജർ വെച്ചു? ഓ, ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കരങ്കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുവലങ്ങളെ, ശാലിനിയെ വിട്ടേരെ. വിട്ടു. വിട്ടോ. അല്ല, ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനുവലങ്കിളിന് എന്താ? അത് ശരിയാ. ഇത് എവിടെ പോയി? ഇന്നലെ ഞാൻ ഇവിടെ വെച്ചതാണല്ലോ. മോഹൻ, ഷോപ്പിന്റെ ചാവി കണ്ടോ? ആഹാ, ഇന്നും മറന്നോ? ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ഇതിനെന്താ കയ്യും കാലും ഉണ്ടോ? ദേ മോഹൻ ചിരിക്കല്ലേ. എന്നും ഇത് പതിവായ ചിരിക്കാതെ എങ്ങനെയാ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മറവി അല്പം കൂടുതലായി പോയി. എന്റെ ട്രെയിൻ പോകും. മോഹൻ ഒരു കാര്യം ചെയ്, ഒരു ഓട്ടോ പിടിച്ചു പോ. നിധി, മമ്മിയുടെ ചാവി കണ്ടോ? ഇല്ല. ഇവിടെ ഇതുവരെ റെഡി ആയില്ലേ? മോഹൻ പൊയ്ക്കോളൂ, ലേറ്റ് ആവും. സാരമില്ല, താ നോക്ക്. കിട്ടി. എവിടെയായിരുന്നു? വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റില്. രാത്രി കിച്ചൺ ക്ലീൻ ചെയ്തപ്പോ വേസ്റ്റിന്റെ കൂട്ടത്തിൽ ഇട്ട് കാണും. ഓ, തന്റെ മറവിക്ക് ഒരു ഓസ്കാർ തരണം. വാ പോവാ, ലേറ്റ് ആയി. നിധി, ഞങ്ങൾ ഇറങ്ങാ. പപ്പയെ സ്റ്റേഷനിൽ വിട്ടിട്ട് മമ്മി ഷോപ്പിലേക്ക് പോവും. നടക്ക്. അല്ല, ഇനിയിപ്പോ എന്തായാലും ആ ട്രെയിൻ കിട്ടാൻ പോകുന്നില്ല. നിധി മോളോട് യാത്ര പറഞ്ഞിട്ടാവാം. നിധി, പപ്പ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ പോയിക്കോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഏതായാലും ഒരാഴ്ച കഴിഞ്ഞാൽ അവളെ കാണൂ. അപ്പൊ ഞാൻ ലേറ്റ് ആവും. സാരമില്ല മോളെ, ഒന്ന് വേഗം. പപ്പ ഇറങ്ങ്. നല്ല മിടുക്കി കുട്ടിയായിരിക്കണം. കനിയുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ? പപ്പ നെക്സ്റ്റ് വീക്കിൽ വരും. പപ്പയെ വിളിക്കാൻ മമ്മി മറക്കും. എങ്കിലും മോൾ ഓർത്ത് വിളിക്കണം. വിളിക്കാനൊന്നും ഞാൻ മറക്കാറില്ല. അല്ലെങ്കിലും മോഹൻ ഇങ്ങോട്ട് വിളിക്കാലോ. മോക്ക് പപ്പ കൊണ്ടുവന്ന ഡ്രസ് ഇഷ്ടമായില്ലല്ലേ? മോളുടെ ഇഷ്ടം പറ. നെക്സ്റ്റ് ടൈം പപ്പ അത് തന്നെ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആർ യു ഷുവർ? ഷുവർ. മമ്മി ബൈ, എനിക്ക് സമയായി. ബൈ മോളെ. പലപ്പോഴും എനിക്ക് നിധിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാവുന്നില്ല. അവള് വളരുന്നതുകൊണ്ടാവും അല്ലേ? അത് മോഹന്റെ തന്നെ കുഴപ്പമാ. ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും ഓരോന്ന് വാങ്ങിക്കൊടുത്ത്. അത് പിന്നെ നമ്മുടെ കുട്ടികളല്ലേ. വാ, ലേറ്റ് ആവുന്നു. വന്ന് ഞാനും നീ ഒരുപോലായി. അതുകൊണ്ടാണല്ലോ എല്ലാരും എന്നെ ആനിമലങ്കിൽ നിന്ന് വിളിക്കണേ. നിനക്കതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ? അതെ. ഹലോ മോഹൻ സാറേ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്തൊക്കെയുണ്ട് അരുന്ധതി വിശേഷങ്ങൾ? നമ്മൾ തമ്മിൽ ഈടെയായിട്ട് ഒട്ടും സംസാരിക്കാറില്ല. അതെങ്ങനെയാ? അരുന്ധതിക്ക് എപ്പോഴും തിരക്കല്ലേ? സാരമില്ല, ഒരു ദിവസം ഞാൻ കടയിലേക്ക് വന്നോളാം. അയ്യോ, ഇതെന്ത് പറ്റി? അരുന്ധതിയുടെ 2 മുടി ധരിച്ചു. കുഴപ്പമില്ല, ഡൈ ചെയ്യാം നമുക്ക്. വിട്ടോ. ആ പട്ടി എവിടെ? നായ അതെങ്ങോട്ടാ പോയേ? മോനെ കൈസ. ശരി, ആ പത്രക്കാരൻ വരും. വന്ന പൈസ എടുത്ത് കൊടുത്തേക്കണം. കനി ഇവിടെ വയലിൻ ക്ലാസ്സിന് പോണില്ലേ അവള്? പോകാൻ റെഡിയാവാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി. അവളുടെ ഒരു കാര്യം. വേറൊന്നുമില്ലല്ലോ? ഇവിടെ തിരക്കാ. ഓക്കെ ഓക്കെ മമ്മി. ഞാൻ റെഡിയാണ്. എപ്പോഴും എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രം മമ്മിയോട് പറഞ്ഞു കൊടുത്തേക്കണം. ഇയാളൊരു പെർഫെക്റ്റ് ലേഡി. ഞാൻ പോവാ. ഇന്നും വയലിന്റെ സ്ട്രിങ് പൊട്ടിച്ചോണ്ട് വന്നോണം. മമ്മിയുടെ കിട്ടും. കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കല്ലേ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. I'm gonna pack my bags and leave this town. Grab a flight, fly
ഇന്ന് അവധിയല്ലേ? ആ, കനിമോളോടെ? ശാലിനി ആന്റിയുടെ ഫ്ലാറ്റില് വയലിൻ ക്ലാസ്സിന് പോയി. പപ്പ ഒരു ദിവസം നേരത്തെ അങ്ങ് പോന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മമ്മിയെ പോലും വിളിച്ചു പറഞ്ഞില്ല. മോളെന്താ ഡള്ളായിരിക്കുന്നത്? പപ്പ അന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മോക്ക് ഇഷ്ടായില്ലല്ലേ? പോട്ടെ, ഇതെന്തായാലും മോക്ക് ഇഷ്ടാവും. ദാ നോക്ക്. ഹൗ ഇസ് ദിസ്? എന്താ ഇത് ഇഷ്ടായില്ലേ? അതോ ഇഷ്ടമാവാത്തത് പപ്പയാണോ? എന്താ മോളെ ഇത്? മോൾ എന്തിനാ പപ്പയെ പേടിക്കുന്നത്? ദേഷ്യപ്പെടില്ലേ മോളെ? പപ്പയുടെ നല്ല കുട്ടിയല്ലേ, ബഹളം വെക്കില്ലേ? മോളോട് ഇരിക്കേ, പപ്പ ഒന്നും ചെയ്യില്ല. വന്നിരിക്കാൻ. കം സിറ്റ്. മോള് പിന്നെയും പേടിച്ചു അല്ലേ? പപ്പയ്ക്ക് മോൾ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? കരയല്ലേ? എന്തിനാ മോള് കരയുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ. കമോൺ കമോൺ. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്താണ്? കുറച്ചു നാളായിട്ട് അയാൾ ഇങ്ങനെയാ. വൃത്തികെട്ട മനുഷ്യൻ. അയാൾ എന്റെ പപ്പയല്ല. എന്റെ ഡാഡി മരിച്ചുപോയി 7 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റില്. ഗോവയില് ടൂറിന് പോയതാ. ഡാഡി, മമ്മി, ഞാനും കനിയും. കൂടെ അയാളും അയാളുടെ വൈഫും കുട്ടിയും ഉണ്ടായിരുന്നു. അയാളുടെ ഡാഡിയുടെ കസിനാ. തിരിച്ചു വരുമ്പോഴായിരുന്നു ആക്സിഡന്റ്. ഡാഡിയും അയാളുടെ വൈഫും കുട്ടിയും മരിച്ചു. മമ്മിക്കും അയാൾക്കും കുറെ പരുക്കുണ്ടായിരുന്നു. എനിക്കും കനിക്കും ചെറിയ പോറല് മാത്രം. ആ ഷോക്കിൽ നിന്ന്, ലോൺലിനെസ്സിൽ നിന്നും രക്ഷപ്പെടാനാ മമ്മി ഷോപ്പ് തുടങ്ങിയത്. അയാളും മെന്റലി തകർന്ന് ഡ്രങ്കഡായി. അപ്പോ റിലേറ്റീവ്സ് എല്ലാരും മമ്മിയെ നിർബന്ധിച്ചു. ഡാഡിയുടെ കസിൻ അല്ലേ, ഫ്രണ്ട് അല്ലേ, അയാളെ മാരി ചെയ്യാൻ. അന്നൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാളെ. പക്ഷേ വാ, നിധിയെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇരിക്ക്. ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ നന്നായി പ്ലേ ചെയ്തോണ്ടിരുന്ന ഇയാള് വെറുതെ നിർത്തി അല്ലേ? അത് പിന്നെ മടി. അതിലും മടിയാ ഇപ്പൊ അനിയത്തി കുട്ടിക്ക് അല്ലേ കനി?
ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നു അയാൾക്ക്. എനിക്കും എന്റെ ഡാഡിയെ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. പിന്നെ എന്നാണ് അയാൾക്ക് ഈ മാറ്റം തുടങ്ങിയതെന്ന് കൃത്യമായി ഓർമ്മയില്ല. 9th കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് അയാൾ എന്നെ കാണുന്നതും നോക്കുന്നതും തൊടുന്നതും ഒന്നും പപ്പയായിട്ടല്ലെന്ന്. ആദ്യം മമ്മിയോട് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. പലവട്ടം ശ്രമിച്ചത് പറ്റുന്നില്ല പറയാൻ. മമ്മിക്ക് അയാള് അത്രയ്ക്ക് വിശ്വാസം. എന്റെ ഡാഡിയെ പോലെ തന്നെ അയാള് ഒത്തിരി നല്ലതെന്ന മമ്മി എല്ലാരോടും പറയാ. അല്ലാന്ന് മമ്മി അറിയുമ്പോ എന്തായിരിക്കും മമ്മിയുടെ അവസ്ഥ? അത് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. ചിലപ്പോ മമ്മി ആകെ തകർന്നു പോയെന്ന് വരും. മമ്മിയുടെ ലൈഫ് തന്നെ പോകും. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല മമ്മിയോട്. പക്ഷെ അറിയാതിരുന്ന എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ പിന്നെ കനി വളരല്ലേ. ഒന്ന് വേഗം മമ്മി, എനിക്ക് വിശക്കണു. ദേ റെഡിയായി, മോളിരുന്നോ. മമ്മി ഷോപ്പ് അടിച്ചു വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം. മനുഷ്യൻ ഇവിടെ വിശന്ന് ചാവും. രണ്ടുപേർക്കും ഉണ്ടാക്കി കഴിക്കായിരുന്നല്ലോ. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെങ്ങനെയാ? ഒരു മടിച്ചല്ലേ കൂടിയുള്ളത്. ഇല്ല, മോഹൻ ഇരുന്നു. വിശന്നു അല്ലേ? നിധി എവിടെ? ചേച്ചി, ഫുഡ് റെഡി. ആ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. താനൊന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി. എനിക്ക് ഇവിടുത്തെ റീജിയണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകും ഉടനെ. ആണോ? താങ്ക് ഗോഡ്. ഇനി ആഴ്ചയിൽ 100-300 കിലോമീറ്റർ ട്രാവൽ ഒഴിവായി കിട്ടുമല്ലോ. എന്നും വീട്ടിലുണ്ടാവും ചെയ്യും. ഈവനിങ് 6 to 8 ഇവിടെ കുട്ടികൾ തനിച്ചാവുന്നതിന്റെ ടെൻഷൻ അതും മാറിക്കിട്ടും. മോളെ വന്ന് കഴിക്കേ. നീ കേട്ടോ, പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. ഇതാ പറയണത്, വിവരമുള്ളവർ പറയുമ്പോ അനുസരിക്കണം. വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ പോയി നിൽക്കാൻ. ഇപ്പൊ ചമ്മീപ്പ സമാനമല്ലോ. പോട്ടെ പോട്ടെ, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിന്റെ ടൈമിംഗ് ആടാ ബെസ്റ്റ് ടൈമിംഗ്. നോക്കി കണ്ടൊക്കെ ചവിട്ടോട്ടാ, നാട്ടുകാരെ വിട്ടും ഓടാ വെള്ളപ്പന്നി. കാര്യണ്ടായിരുന്നൊക്കെ ചുമ്മാ. എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഇവനെ ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പാക്ക് ചെയ്യാൻ പോകുന്നിതി. അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഇവിടെ നോക്കടാ, അവിടെ ഇഷ്ടം പോലെ +2 സ്കൂളുകളുണ്ട്. ഇനി അവിടെ പഠിച്ചാ മതി മോൻ. എനിക്ക് കൂട്ടിലെന്നും പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഒരു നേരം വീട്ടിൽ കാണൂല. പോരാത്തതിന് ഈ കുട്ടി റൊമാൻസും. എന്നെ ഭരിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എനിക്കത് ഇഷ്ടമല്ല. എന്താടാ ഭരിച്ചാല്? നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതാ ഞാൻ. എപ്പോഴും അതിങ്ങനെ പറയണം. ഒന്നുമില്ലേലും എന്റെ ഗേൾ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ അവമാനിക്കാന്ന് വെച്ചാ പോടാ അവിടുന്ന്. നിങ്ങളിരുന്ന് വഴക്കൂട, ഞാൻ പോവാ. പിന്നെ ചേച്ചി കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ റൊമാൻസ് ഒന്നും ഇല്ല കേട്ടോ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. അത് ചുമ്മാതെ ചേച്ചി, ഞങ്ങൾ തമ്മിൽ തിക് റൊമാൻസാ. നുണയാ ചേച്ചി. ഞാൻ പതുക്കെ ആ കൊച്ചിനെ വീഴ്ത്തിക്കൊണ്ടുവരുമായിരുന്നു. നശിപ്പിച്ചു, കംപ്ലീറ്റ് നശിപ്പിച്ചു. ഇപ്പൊ ചേച്ചിക്ക് സമാനായല്ലോ. 5 വയസ്സ് കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. ഇവ കാര്യങ്ങളിലെ 5 പൈസയുടെങ്കിലും വിവരം വേണം, വിവരം. മോളെത്തിയോ? പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. പപ്പയ്ക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നേരത്തെ അങ്ങ് പോന്നു. പിന്നെ ഇവളുമായി കുറച്ചു നേരം കളിക്കാന്ന് കരുതി. അല്ല മോളെ?
ഇതുവരെ യൂണിഫോം മാറ്റില്ലേ നീ? വന്നേ. എന്താ നിധി ഇത്? ഇവളെയും കൊണ്ട് നീ ഇതെങ്ങോട്ടാ പോയത്? പപ്പ വിളിച്ചു പറഞ്ഞു. സനയുടെ വീട്ടിൽ പോയതാ, നോട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. എവിടെ പോകുകയാണേലും പപ്പയോട് പറഞ്ഞിട്ട് പോയിക്കൂടെ? സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതല് ചേച്ചിയുടെ മുടി ശരിയല്ല മമ്മി. മിസ്സിന്റെ അടി കിട്ടീന്നാ തോന്നുന്നേ. എനിക്കൊന്നും അടി കിട്ടിയില്ല. ആ പോട്ടെ, ഇരുട്ടുന്നതിന് മുമ്പ് രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലേ. അല്ലെങ്കിൽ സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ, ഡ്രൈവറോട് ഡ്രോപ്പ് ചെയ്യാൻ പറയാം. വരട്ടെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഇനി എന്തായാലും മമ്മിയുടെ കൂടെ പോവാം. കുറച്ച് നാളായി ഷോപ്പിൽ വന്നിട്ട്. ഹായ് പ്രീതാന്റി. എടാ ചെറുക്ക, ഞാൻ ഇന്നൊരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോവാ. അതിന് ഞാനെന്തോണം തല കുത്തിക്കണോ? അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വേണമെങ്കിൽ നിന്നെ കൊണ്ടോ? ഞാനില്ലേ, ആ ഉണക്ക പ്രോഗ്രാം ടി വിയിൽ പറഞ്ഞ ദിവസം പറഞ്ഞാ മതി. അന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊന്ന് പറയാനാ. അബദ്ധത്തിനൊന്നും ടി വി ഓൺ ചെയ്ത് കളയല്ലേ എന്ന്. ഓക്കെ, എന്റെ ഉണക്ക പ്രോഗ്രാമിന് എന്തായാലും ഒരാൾ കാണും. അതാര്? ഞാൻ അയാൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം. ഒരു മരമണ്ടൂസും ഉണ്ടായിരുന്നു കൂടെ. ചേച്ചി പോയിട്ട് വരട്ടെ ചക്കരക്കുട്ട. വരുമ്പോ ചിലപ്പോ സന്ധ്യയാവും. നിന്നെ എങ്ങോട്ടാ പോകുന്നേ? ഒരു സ്കൂളില് അവരുടെ ജൂബിലിയാ. അച്ഛമ്മേ, ഞാൻ പോവാട്ടോ. ഈ ചെറുക്കനെ ഇന്ന് പുറത്തേക്ക് വിടണ്ട, അവർ റെസ്റ്റ് എടുക്കട്ടെ. ആ വാതിലൊക്കെ അടിച്ച് കുറ്റിയിട്ടേക്ക്. എന്താ ഇനി കാര്യം? ഒന്നുമില്ല അച്ഛമ്മേ, ഈ ചെറുക്കന്റെ ഓരോ വട്ട്. ഏത് സ്കൂളിലാ ചേച്ചി? സത്യം പറ. എന്റെ അനിയച്ചാരുടെ ഒരു ഗേൾ ഫ്രണ്ട് പഠിക്കുന്നുണ്ടാ സ്കൂളില്. അത്രേ അറിയൂ. അയ്യോ, ഞാനുണ്ട്. ഏയ്, ഇത് ഉണക്ക പ്രോഗ്രാമാ, മോൻ വരണ്ട. എന്തുണക്കായാലും വേണ്ടൂല, ഞാനുണ്ട്. എന്റെ പൊന്നേച്ചിയല്ലേ, ഒരു 2 മിനിറ്റ്സ് ഈ ഡ്രസ്സൊക്കെ മാറി ഞാൻ എത്തി. ഓ, എന്തൊരു സ്നേഹം പൊന്നേച്ചി. ആദ്യം എന്തായിരുന്നു ജാടാ? അത് കാര്യം അറിയണ്ടല്ലേ ചേച്ചി. സോറി. ഇങ്ങനെ സോറി പറഞ്ഞാ പോരാ, കാല് പിടിച്ച് സോറി പറയടാ. അത് വേണോ? വേണം, പിടിയടാ. സോറി സോറി സോറി. ശരി, കേറ്. അയ്യോ, ഡ്രസ്. നമ്മുടെ ഈ കോളനിക്കും അസോസിയേഷനും ഒരു സ്ഥിരം ന്യൂസൻസ് ആയി തീർന്നിരിക്കുകയാണ് മിസ്റ്റർ മാനുവൽ. ഡു യു നോ ദാറ്റ്? നിങ്ങൾക്കെതിരെ അസോസിയേഷന് കിട്ടുന്ന 17ാമത്തെ പരാതിയാണിത്. ഇത്തവണയും വിഷയം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നത് തന്നെ. മിസ്റ്റർ മാനുവൽ G9 മിസ്സസ് അന്ന കുര്യന്റെ ഫ്ലാറ്റിൽ ചെന്ന് കയറി അവരോട് തോന്നിയാസം പറഞ്ഞു എന്ന പരാതി. ഞാൻ അവരോട് പറഞ്ഞു തോന്നിയാസമല്ല. മിസ്റ്റർ മാനുവൽ ഇടയ്ക്ക് കയറരുത്, ഇരിക്കണം. എനിക്ക് പറയാനുള്ളോട് നിങ്ങൾ കേൾക്കണം, അതാണല്ലോ അതിന്റെ മര്യാദ. ഓക്കെ, മാനുവലിന് പറയാനുള്ളത് പറയൂ. മിസ്സിസ് അന്ന കുര്യന്റെ ഭർത്താവിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണാതായിട്ട് വർഷം 7 ആയെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഒരു 2ാം കെട്ടിന് തയ്യാറായാൽ നല്ല മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ലാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുക? അത് ഓരോരുത്തരും രീതി. ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം. അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം? പെണ്ണുങ്ങൾ മാത്രമുള്ള ഫ്ലാറ്റിൽ കയറി ഇറങ്ങുക, അവരുടെ അടുക്കളയിലും ബെഡ്റൂമിൽ വരെ കയറി ചെല്ലുന്നതും. ബെഡ്റൂമിൽ കയറിയിട്ടില്ല, അനാവശ്യം പറയരുത്. കിച്ചണിൽ കയറാറുണ്ട്. അത് കുക്കിങ്ങിനോടുള്ള എന്റെ താല്പര്യം കൊണ്ടാ. ഇനി ഇയാൾ ഇവിടെ താമസിച്ചാൽ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പ്രസിഡന്റ് ഒരു തീരുമാനം പറയണം. അതെന്നാണോ ഇത്? സുപ്രീം കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കാൻ? ആണെന്ന് വെച്ചോ, ഇവിടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാലിക്കും. മിസ്റ്റർ മാനുവൽ, മേലിൽ നിങ്ങൾ മറ്റാരുടെയും ഫ്ലാറ്റിൽ ചെല്ലരുത്. ഇവിടെ താമസിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരവസരം കൂടി തരാം. ഇല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. തീരുമാനമാണോ? അതെ, തീരുമാനമാണ്. ഒരു മിനിറ്റ്. അതെ, ഇവിടെ 2 നായക്കുട്ടികളുണ്ട്. അവറ്റുകളുമായിട്ടും ഉണ്ടാവോ? മനുഷ്യനല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നായെങ്കിൽ നായ, ഞാൻ ഹാപ്പിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ? ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക. ഞാൻ അല്പം തിരക്കില്ല, ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഭാഷയാണാവോ? നായയുടെ. മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാമെന്ന് വിചാരിച്ചിട്ടാ. ഓ, പഠിക്ക്. അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നേ.
എനിക്ക് വേറെ സ്വഭാവം ഉണ്ട്. കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും. അതെന്നാടാ നീ ഒറ്റക്കാലം നിന്ന് പിടിക്കൂ. വേണ്ട വേണ്ട, ഇങ്ങോട്ട് അടിക്കണ്ട. ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നാളെ ഇവിടുന്ന് കെട്ടിടണല്ലോ. നിനക്ക് വേണേ ഇപ്പപ്പാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ. മോനെ ഗീവറീസേ, നിനക്കൊരു വിചാരമുണ്ട് നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ. അതെ അതെ, ഈ ഡീസന്റ് പാർട്ടിയുടെ കൂടെ പണിയെടുത്ത് പറഞ്ഞാ എനിക്ക് പെണ്ണ് പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്നെ നന്നാക്കി കളയാവുന്ന. അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല, വീട്ടു തടങ്ങൽ. നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ. നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. എനിക്കിവിടെ മാന്യം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും. നീ എന്റെ ഭാര്യയാവും നോക്കോ. അതാവണോ? നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക. നിനക്ക് തടയാമെങ്കിൽ തടയാ. നീ എന്നോട് തടയാത്തത്? നാളെ മുതൽ തടയാം. ഇന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും. ഞാൻ പോയാൽ നിനക്ക് സങ്കടാവില്ലടാ? ഒരു സങ്കടവും ഇല്ലേ. എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ. ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ഒരു ബെഡ്ഷീറ്റും തലവണയും താഴെ എത്തിക്കണേ മോനെ. ഇപ്പോഴും എനിക്ക് സംശയ, ശരിക്കും ആരാ അവിടുത്തെ അരിവെപ്പുകാരൻ? സാറോ അതോ ഗീവർഗീസോ? ചിലപ്പോ ഞാനാവും. അവൻ മുതലാളിയും. ഇന്ന് അവൻ മുതലാളിയാ. അവൻ സുഖമായി അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കും. ഇന്ന് ഞാൻ തെണ്ടിയാവുന്ന എന്റെ സുഖം നിനക്കറിയാവോ? ഇല്ല. അയ്യോ നാരായണൻകുട്ടി, അതൊരു പ്രത്യേക സുഖമല്ലേ, എല്ലാവർക്കും കിട്ടൂല്ലാതെ. അതിന് ഭാഗ്യം ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ചു തരുന്ന എന്റെ പെമ്പർനോത്തിയാ എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത്. അറിയോ നിനക്ക്? അവളല്ലയോ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു തന്ന്. അച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാട്ടിൽ പോയി നല്ലൊരു തെണ്ടിയായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് അവിടെ നിന്നെ പാക്ക് ചെയ്തത്. എടാ മോനെ, അവളുടെ സ്പോൺസർ സായിപ്പ് രാത്രി വന്ന് രാവിലെ പോണേടം വരെ വില്ലയുടെ വരാന്തയിൽ തണുപ്പത്ത് സ്കോച്ച് അടിച്ചു കിടന്ന അച്ചായൻ ബുദ്ധിമുട്ടുണ്ടാന്ന് അവള് കരുതി. എന്തൊരു സ്നേഹമാണ് അവക്കെന്നോട്. ഞാൻ ഹാപ്പിയാ, മുടിഞ്ഞ ഹാപ്പി. വയറ്റിൽ 4 പെക്കും ആകാശത്ത് നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ആനിമലങ്ങള് ഹാപ്പിയാടാ. അപ്പൊ ശരി മോനെ നാരായണൻകുട്ടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ പോയി ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് കാവല് കിടക്ക്. When a constant force F acting on a mass m change its velocity from u to v in traveling a distance s, then work done is equal to f into s. നീ വരുന്നില്ലേ? നിധി, വാട്ട്സ് റോങ് വിത്ത് യു? കുട്ടി ഏത് ലോകത്താ? ബെല്ലടിച്ചതും ക്ലാസ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ലേ? സോറി മാം. ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. യു ആർ നോട്ട് അറ്റൻഡിങ് ദ ക്ലാസ് ആൻഡ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. എന്ത് ഭാവിച്ചാ കുട്ടി? പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടല്ലോ അല്ലേ? വന്ന് ഈ ക്ലാസ്സിലെ ഏറ്റവും വീക്ക് സ്റ്റുഡന്റ് ആയിരിക്കും ഇയാള്. എന്താ പറ്റിയത് കുട്ടിക്ക്? നത്തിങ് നത്തിങ് മാം. സോറി. എന്തോ ഇന്ന് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പേടി കൂടി വരാ. വീട്ടിലേക്ക് പോവാനേ തോന്നണില്ല. ഞാൻ എന്താ ചെയ്യാ? നിന്നെ ഇങ്ങനെയൊന്നും അല്ല മമ്മി കരുതിയത്. Now I am ashamed of you. കണ്ടോ, ഒരു സബ്ജക്റ്റിന് പോലും 50% മാർക്കില്ല. നിന്റെ ലില്ലി മിസ്സിനെ വിളിച്ചപ്പോ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ലെന്നാ പറഞ്ഞത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? സാരമില്ല, അവള് കുട്ടിയല്ലേ. നെക്സ്റ്റ് ടൈമിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളും. അല്ല മോളെ? മോഹൻ അറിഞ്ഞൂടെ, പണ്ട് ഇവളെ എന്ത് ബ്രൈറ്റ് ആയിരുന്നു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ? പോട്ടെ, പഠിക്കണ്ട, ഒന്ന് സ്മാർട്ടായിട്ട് നടക്കെങ്കിലും ചെയ്തൂടെ ഇവൾക്ക്? എന്താ നിന്റെ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറ. പ്രോബ്ലോ? എന്ത് പ്രോബ്ലം? താനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട, അവൾക്കൊന്നുമില്ല. മോഹനാണ് അവളെ വഷളാക്കുന്നത്.
ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച്. ആയിക്കോ ആയിക്കോ, പക്ഷെ പെൺകുട്ടികളെ ശാസിച്ചേ വളർത്താവൂന്ന് ഓർമ്മ വേണം. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ? പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നതെന്ന്. ആണോ മോളെ? പറയും, എല്ലാം ഞാൻ മമ്മിയോട് പറയും. Do it properly. Okay, ma'am. മാഡം, നിധി എസ് മേനോൻ ഒരു വിസിറ്റർ ഉണ്ട്. കുട്ടി ചെല്ലു. നിധി, കുട്ടിയെന്താ പപ്പയെ കാണാത്തെ? ഈസ് വെയിറ്റിംഗ് ഫോർ യു. മമ്മിയുമായി വഴക്കിട്ട വീട്ടിൽ നിന്ന് പോന്നതല്ലേ? പപ്പ പറഞ്ഞു വാ, പ്രിൻസിപ്പൽ പറഞ്ഞു കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. വരൂ കുട്ടി. ചെല്ല, പപ്പ വഴക്കൊന്നും പറയില്ല. ഇനി നന്നായി പഠിച്ചാ മതി. മോളിരിക്കേ. Come on, sit. മോളുടെ ക്ലാസ് ടീച്ചർ അത് അല്ലേ? ലില്ലി മിസ്. പഠിത്തത്തിൽ മോൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അവര് പറഞ്ഞു, പ്രിൻസിപ്പലും പറഞ്ഞു. പോട്ടെ, മോക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ പഠിച്ചാൽ മതി. അതന്വേഷിക്കാനല്ല പപ്പ വന്നിട്ടുണ്ടാവുമെന്ന് മോൾ ഊഹിക്കുന്നുണ്ടാവും അല്ലേ? അതെ, പപ്പ വന്നത് അതിനല്ല. പപ്പയ്ക്ക് മോളെ ഒറ്റയ്ക്കൊന്ന് കാണാനാ. അയ്യോ, മോള് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇന്നലെ മോള് പപ്പയെ വന്ന് പേടിപ്പിച്ചു കളഞ്ഞു. അല്ല, ഞെട്ടിച്ചു കളഞ്ഞു. എന്തൊരു ഫോഴ്സായിരുന്നു പറച്ചിലിന്. ഉള്ളതൊക്കെ മോൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പപ്പ പെട്ടുപോയനെ. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പപ്പയ്ക്കറിയാം. എന്നാലും മോൾ കുട്ടിയല്ലേ, അബദ്ധത്തിനെങ്ങാനും പറഞ്ഞു പോയാലോ? വിരോധമില്ല, പപ്പയ്ക്ക് ഒരു വിരോധമില്ല. പക്ഷെ പപ്പ അപ്പോൾ ചെറിയൊരു കാര്യം ചെയ്യും. കൊല്ലും. പപ്പ കൊല്ലും. ആദ്യം മോളുടെ അനിയത്തിയെ, പിന്നെ മമ്മിയെ, ഒടുവിൽ പപ്പയുടെ ഈ മിടുക്കി കുട്ടിയെ. അല്ലാതെ പപ്പ എന്ത് ചെയ്യാനാ? പപ്പയ്ക്ക് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല മോളെ. ഈ സൊസൈറ്റിയിൽ പപ്പയ്ക്ക് പപ്പയുടെ മാന്യത നിലനിർത്തണ്ടേ? അപ്പോ മോള് കരുതും എങ്ങനെയാ കൊല്ലാന്ന്. പണ്ട് മോളുടെ ഡാഡി മരിച്ചത് ഒരു ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ഇത് പപ്പ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കൂട്ടാത്മഹത്യ. മമ്മിയും മോളും കനിമോളും ഒരുമിച്ച് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണാൻ പപ്പയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മോൾ ആലോചിക്കേ, ക്ലാസ്സിൽ പോയിരുന്ന സമയമെടുത്ത് ആലോചിക്കേ. നന്നായി, മോഹനെങ്കിലും പോകാനും അന്വേഷിക്കാനും തോന്നിയല്ലോ. തിരക്കുകൾക്കിടയിൽ ഞാൻ വിചാരിക്കുന്നതല്ലാതെ നടക്കുന്നില്ല. വന്ന് വന്ന് എനിക്ക് ബിസിനസ്സിൽ മാത്രമായി ശ്രദ്ധ അല്ലേ? നിധി എങ്ങനെ കരുതുന്നുണ്ടാവോ?
നിധിക്ക് പക്ഷേ ഞാൻ സ്കൂളിൽ ചെന്നത് അത്ര ഇഷ്ടമായിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞോ അവള്? ഇല്ല. എന്തോ ഈയിടെയായി ഞാൻ ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് തോന്നുന്നു. വളരും തോറും അവൾ എന്നിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്ന പോലെ. ഒരുപക്ഷെ ഞാൻ അവളുടെ സ്വന്തം പപ്പയല്ലാത്തത് കൊണ്ടാവോ? എന്താ മോഹൻ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഏയ്, വെറുതെ തോന്നലാവും ചിലപ്പോ. കുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? മോഹന് വിഷമായോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ കൈവിട്ടു പോയപ്പോ താനും കുട്ടികളാണ് ആശ്വാസമായത്. സുരേഷിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ടെ അന്നും ഇന്നും ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന് മുതലേ ഞാൻ നിധിയുടെയും കനിയുടെയും നല്ല പപ്പ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. വിശ്വാസമല്ല മോഹൻ, അത് സത്യമല്ലേ? സത്യമാണെന്ന് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അത് മതി, എനിക്കത് മതി അരുന്ധതി. അല്ലെങ്കിൽ ചിലപ്പോ ഇന്ദു മരിച്ചു പോയപ്പോഴുള്ള ആ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോയെന്ന് വരും. ഒരു മുഴുകുടിയനായി. ഏയ് നോ. നിന്റെ ഏതിഷ്ടത്തിനാ മോളെ പപ്പ എതിര് നിന്നിട്ടുള്ളത്? പിന്നെ നീ എന്തിനാ പപ്പയോട് ഇങ്ങനെ അകലം കാണിക്കുന്നേ? പപ്പ സ്കൂളിൽ വന്നത് നീ പഠിപ്പ് ഉഴപ്പുകയാണെന്നുള്ള വറി കൊണ്ടല്ലേ? എന്നിട്ട് മോൾ അങ്ങനെ ബിഹേവ് ചെയ്തപ്പോ പപ്പയ്ക്ക് എന്ത് വിഷമായെന്നോ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മക്കൾക്ക് പപ്പയുമായൊരു ഡിസ്റ്റൻസ് ഉണ്ടായ അത് മമ്മിക്കും പ്രയാസാവും. ആരെയും വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല മോളെ, പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ. മോളൊന്ന് ഓർത്തു നോക്കിയേ, അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായപ്പോ മമ്മിക്ക് മോളെയും കനിമോളെയെങ്കിലും ബാക്കി കിട്ടി. പപ്പയ്ക്കോ ഇന്ദു ആന്റിയും സച്ചിൻ മോനും ഒരുമിച്ച് നഷ്ടപ്പെട്ടില്ലേ? മോളുടെ ഡാഡിയും പപ്പയും എങ്ങനെയാ ഒരുമിച്ച് ജീവിച്ചെന്ന് കുറച്ചെങ്കിലും മോൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? ഒറ്റയ്ക്കായി ആ മനുഷ്യന് ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ റിലേറ്റീവ്സ് ഒക്കെ അത്ര നിർബന്ധിച്ചിട്ടല്ലേ മമ്മി ഈ അലയൻസിന് സമ്മതിച്ചത്? അതും മോൾക്കറിയാവുന്നതല്ലേ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നല്? നോക്കു മോളെ, പപ്പയ്ക്കിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി കൺസിഡറേഷനും സിമ്പതിയൊക്കെ ആ മനുഷ്യൻ അർഹിക്കുന്നുണ്ട്. മമ്മിയോടെല്ലാം തുറന്ന് പറയാന്ന് വെച്ചാ ആ ഡബിൾ എല്ലാരും കൊല്ലും, ഉറപ്പാ. അയാള് കൊല്ലാനും മടിയുണ്ടാവില്ല അയാൾക്ക്. മാത്രല്ല പറയുമ്പോ മമ്മി ആകെ തകർന്നു പോവും. അയാള് പാവാന്ന മമ്മിയുടെ വിചാരം. പക്ഷേ എനിക്കിതെല്ലാം ആരോടെങ്കിലും പറയണം സന്ദീപ്, അല്ലെങ്കിൽ ഭ്രാന്തം പിടിക്കും. അതാ നിന്നോട് പറഞ്ഞത്. എനിക്കറിയാം ഇനി അയാൾ എന്നെ കൂടുതൽ ഉപദ്രവിക്കും, ചിലപ്പോ നശിപ്പിക്കും. ഞാൻ എന്താ ചെയ്യാ സന്ദീപ്? ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം, കൊല്ലുക വേണ്ട പന്നിയെ. നീ എന്താ പറഞ്ഞത് സന്ദീപ്? അത് നീ പറഞ്ഞത് ശരിയാ. അയാള് ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അയാളെ കൊല്ലണം. കൊന്നാലോ? ശരിക്കും ഞാൻ അയാള് കൊന്നാലോ സന്ദീപ്?
അയ്യോ എന്താടാ കുത്തി. എന്ത് കുത്തി? നിധി കുത്തി. കടന്നല് കുത്തി തേനീച്ച കുത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിധിയും കുത്താൻ തുടങ്ങിയോ? അത് ചേച്ചി ഉറക്കത്തിൽ പോലും അവനാ പെങ്കൊച്ചിന്റെ വിചാരമാ. മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തും. നിധി, പപ്പയെ കൊല്ലാന്ന് നീ പറഞ്ഞത് സീരിയസാ? ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് പേടിച്ചു. അല്ലാതെ വേറെ വഴിയില്ല സന്ദീപ്. നീ കൊന്ന നീ ജയിലിൽ പോകും നിധി. നിന്റെ ലൈഫ് പോവും. എനിക്കത് ആലോചിക്കാൻ വയ്യ. എനിക്കിഷ്ടമാണ് നിന്നെ, ഭയങ്കര ഇഷ്ടമാണ്. നിനക്കൊന്നും പറ്റാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സന്ദീപ്? നമുക്ക് വേറൊരാളെ വെച്ച് പപ്പയെ കൊല്ലിച്ചാലോ? വേറൊരാളെ വെച്ചോ? ആ, വാടാക്കൊല്ലാളിന്ന് കേട്ടിട്ടില്ലേ? പ്രൊഫഷണൽ കില്ലർ. അതിന് നിനക്ക് വല്ല പ്രൊഫഷണൽ കില്ലറിനെയും പരിചയമുണ്ടോ? ഇല്ല. മാത്രമല്ല പ്രൊഫഷണൽ കില്ലേഴ്സൊക്കെ ഭയങ്കര കാശ് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യും? എനിക്കറിയില്ല. പക്ഷേ ഉറപ്പാ സന്ദീപ്, ഡെവലിനെ കൊല്ലണം. അയാളിനി ജീവിച്ചിരിക്കാൻ പാടില്ല. കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് മോള് സ്വപ്നം കാണുവാണല്ലേ? സ്വപ്നം കാണേണ്ട പ്രായത്തിൽ സ്വപ്നം കാണണം. പക്ഷേ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സുന്ദരങ്ങളായിരിക്കണം. അത് മാനുവലങ്ങളുടെ നിർബന്ധ. ഇപ്പൊ എന്ത് സ്വപ്ന മോള് കണ്ടോണ്ടിരുന്നെന്ന് അങ്കിൾ പറയട്ടോ? പേടിക്കണ്ട, അങ്കിൾ ആരോടും പറയില്ല. ആരാ ആള്? ഒരു ക്ലൂ തന്നാ മതി, ബാക്കി അങ്കിൾ പിടിച്ചോളാം. അങ്ങനെ പോയാ എങ്ങനെയാ? ശല്യപ്പെടുത്താതെ. വേണ്ട വേണ്ട, അങ്കിള് പിണങ്ങി. മോളുടെ ഈ മുഖം അറിയാണ്ടല്ലോ. ദേ അങ്കിളിന് ഈ നെഞ്ച് കലങ്ങും. ക്ലൂ തന്നില്ലെങ്കിൽ വേണ്ട. ആ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഹെൽപ്പോ അഡ്വൈസോ വേണമെങ്കിൽ ചോദിച്ചോ, തരാം. ഹലോ മൈ ഡാർലിങ്സ്, അനിമലെങ്കിലും കളിക്കാൻ. മോളെ നീതു, നീ ആ ബാച്ചിക്ക് നീ നീ എന്റെ ഡാർലിംഗ് അല്ലേടി. നിനക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ഇടറി ഷട്ടിൽ. മോളെ ക്ലൂ 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 വേട്ടോ. മാനുവൽ അങ്കിളിനെ കൊണ്ട് ആ ഡെവിളിനെ കൊല്ലിച്ചാലോ? അയാളെ പോലെ തന്നെ ബോറനാ ഈ അങ്കിളും. രണ്ടുപേരുടെ ശല്യം അതോടെ തീരും അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പക്ഷേ അയാളെ സമ്മതിക്കോ കൊല്ലാൻ? ആ എലിസബത്ത് ചാക്കോയുടെ മൂത്ത മകളില്ലേ സോഫിയ, MCAക്ക് പഠിക്കുന്ന കുട്ടി. മിസ്സിസ് ശേഖർ ആ പെൺകുട്ടിയെ കാണും പറ, മുഖക്കുരുവിന്റെ പാട് മാറാനുള്ള നല്ല ഒറിജിനൽ കുങ്കുപ്പൂ എന്റെ കയ്യിലുണ്ടെന്ന് നേരിട്ട് ചോദിച്ചാൽ കൊടുക്കാം. മാനുവലിനെ തന്നെ നേരിട്ട് പറഞ്ഞൂടെ? അതിന് എനിക്ക് വിലക്കല്ലേ? ഫ്ലാറ്റിൽ വെച്ച് സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ വിട്ടോ 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 വിട്ടോ. മോളെ ജിബി, അങ്കിളും വരാടി. ജിബിയെ വിട്ടേക്ക് അങ്കിൾ, ഓടിയാ എത്തില്ല. അല്ല, ആരിത് പുതിയതായിട്ട് ജോയിങ്ങിന് വന്നിരിക്കണത്? നന്നായി മോളെ, ഈ പ്രായത്തിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്താലേ ബോഡി ഷേപ്പ് ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്കിൾ ഒരു തവണയെങ്കിലും എന്നെ ജോഗിങ്ങിന് വിളിച്ചോ? ഇതാ അങ്കിൾ എന്നോട് ഇഷ്ടമില്ലാന്ന് പറയുന്നത്. ആര് പറഞ്ഞു? മോളല്ലേ അങ്കിളിനെ മൈൻഡ് ചെയ്യാത്തത്? അത് ആരെങ്കിലും കണ്ട് അതും ഇതും പറയുന്ന പേടിച്ചിട്ടല്ലേ? അങ്കിളിന് ഇവിടെ നല്ല ഇമേജ് ആണല്ലോ. പിന്നെ ഈ ആന്റിമാരുടെ കൂടെയുള്ള നടപ്പ് വേണ്ട കേട്ടോ. യു ആർ സോ യങ്. ഒരൊഴിവ് ദിവസം കിട്ടിട്ട് എന്റെ സമയം മുഴുവൻ കളയാൻ. ദേ അങ്കിളെ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇതൊക്കെ സ്വന്തം ഫ്ലാറ്റിലായിക്കൂടെ? അതിനവിടെ ഒരുത്തനെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ലേ? പരീക്ഷണങ്ങൾ നിന്റെ അടുത്താവുമ്പോ ഒരു സുഖല്ലേ ശാലിനി? അതെ അതെ, ഇവിടെ കയറി ഇറങ്ങിയുള്ള ഈ സ്വാതന്ത്ര്യമെടുപ്പ് കുറെ കൂടുന്നുണ്ട്. ഇനി ഇതെങ്ങനെ അസോസിയേഷൻകാർ കണ്ട എന്താ ഉണ്ടാവാന്നറിയാലോ? ഒന്നാമത് ഞാൻ ഡൈവോഴ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇയാളാണെങ്കിൽ ഇങ്ങനെ. നമ്മൾ തമ്മിൽ അരുതാത്തൊന്നുമില്ലെന്ന് എനിക്ക് നെറ്റിലൊട്ടിച്ച് നടക്കാൻ പറ്റുമോ? ആരുടെയെങ്കിലും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നിനക്ക് ജീവിക്കാൻ. പോകാൻ പറ. കൂടി വന്നാൽ അവര് നിന്നെ നിന്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കും, എന്നെ എന്റെ ഫ്ലാറ്റിൽ നിന്ന്.
അപ്പോ നമുക്ക് രണ്ടുപേർക്കും 2 ഫ്ലാറ്റ് വേണ്ട, ഒന്ന് മതിയെന്ന് തീരുമാനിച്ച് ഒരുമിച്ചങ്ങ് നീങ്ങാം. എന്താ കിട്ടൂട്ടുണ്ട് എന്നാ? നീ വെറും ഒരു പേടിച്ചതോറി പെണ്ണ. അത് പിന്നെ ഇയാളെ പോലെ എനിക്ക് പറ്റുമോ? നീ മാത്രല്ല, അടിസ്ഥാനപരമായ എല്ലാ സ്ത്രീകളും പേടിച്ചോറികളാ. അയ്യോ, ആരോ വന്നു. ദേ പേടി, വരുന്നവര് വരട്ടെ, അവരെ നമുക്ക് സൽക്കരിക്കാം. ചിക്കൻ 5 മിനിറ്റിനുള്ളിൽ റെഡി. എവിടെയെങ്കിലും പോയി നോളിച്ചേ, എന്നെ മാനം കെടുത്തല്ലേ. നീ ധൈര്യമായിട്ട് പറ, ഞാൻ നിന്റെ ജാരനാണെന്ന്. കൊല്ലും ഞാൻ. മുറിയിലെങ്കിലും പോയി ഒളിക്കേ. വാ മോനെ വാ. എന്താ ഗീവർഗീസേ? ഇങ്ങോട്ട് എഴുന്നള്ളിട്ടുണ്ടോ? ആര്? നമ്മുടെ രോമാഞ്ചം. വാ, ഇവിടെ ഉണ്ട്. പോര് പോര്, ഞാൻ കണ്ടിട്ടില്ല. നീ കരുതുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനൊന്നും കരുതിയില്ലോ. ഓ, ഒരു പുണ്യാളൻ. ഞാൻ നിരപരാധിയാണ് കേട്ടോ. അത് പിന്നെ ചേച്ചിനെ എനിക്ക് അറിഞ്ഞൂടെ? നിന്നോട് ആരാ പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? അവിടെ ഒരാളൊന്ന് കാത്തിരിപ്പുണ്ട്. അതാരാ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചെക്കൻ പറഞ്ഞു ഉടനെ വരില്ല, ശാലിനി ആന്റിയുടെ ഫ്ലാറ്റിൽ പോയി അവരുമായി കൊച്ചേർത്താനും പറഞ്ഞിരിക്കാന്ന്. എടാ, ഞാൻ താഴെ ക്ലബിലല്ലേ പോയത്. എന്റെ പൊന്നു മോളെ, ഇവൻ നാവെടുത്താ നുണയെ പറയുള്ളൂ. പറയേ, എന്നെ തന്നെ പറയ്, ഞാൻ ഇതൊക്കെ തന്നെ കേക്കണം. വീട്ടിൽ വന്ന ഇതാണോ മര്യാദ അങ്കിള്? ഒരു ചായ പോലും തന്നില്ല ഈ ചെക്കൻ. പോയി മോക്ക് വേഗം ചായ ഇട്ടോട്ട് വേടാ. ചെല്ല ചെല്ല, വേഗം ചെല്ല. ഞാനും അങ്കിളും തമ്മില് ചില സീക്രട്ട് കാര്യങ്ങളുണ്ട്. ചായ കൊണ്ടുവരുമ്പോ ഡോറിൽ മുട്ടണം കേട്ടോ. അയാള് കേക്കണ്ട, നമ്മള് മാത്രം അറിയേണ്ട സബ്ജക്റ്റാ. വാ, അങ്കിൾ ഇവിടെ ഇരിക്കും. ഞാൻ നിന്നാ പോരെ? അങ്കിളെ, അങ്കിൾ ഇന്ന് എന്നെ ഒറ്റയ്ക്ക് ഈ സീഡി ഒന്ന് കാണണം. ആ ചെക്കനെ കാണിക്കണ്ട. ഇതൊരു ഫിലിം അങ്കിളെ. ഓഹോ, ജോഗേഴ്സ് പാർക്ക്. ജോഗേഴ്സ് പാർക്ക്. എന്താ അതിന്റെ സ്റ്റോറി അറിയോ? ഒരു റിട്ടയർഡ് ജഡ്ജ് രാവിലെ ഓടാൻ പോകുന്നു. അപ്പോ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവരെന്നും ഒന്നിച്ചോടുന്നു. ഫൈനലി ദേ fall in love. മോളെന്തിനാ ഈ സീഡി ഇപ്പൊ എനിക്ക് തരുന്നത്? അതൊക്കെ ഉണ്ട്. ആ ജഡ്ജ് ഭയങ്കര സ്മാർട്ടാ, അങ്കിളിനെ പോലെ. അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ. ചായ ഉണ്ടാക്കില്ല അല്ലേ? ഈ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം നല്ലല്ല കേട്ടോ. എന്താണുണ്ടായേ? ഞാൻ കൺഫ്യൂഷനില്ല. ഇതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് നടക്കോ? നടക്കും, നടത്തണം. ഒറ്റയടിക്ക് പറഞ്ഞ അയാളെ സമ്മതിച്ചില്ലെന്ന് വരും. ചിരിച്ച് കളിച്ച് കൂടെ നടന്ന് പതുക്കെ പതുക്കെ ഞാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കും. അയാൾ ആരോടെങ്കിലും പറഞ്ഞാലോ? ഇല്ല, പറയില്ല. അങ്ങനെ പറയില്ല എന്ന് നല്ല ഉറപ്പ് വരുമ്പോഴേ ഞാൻ ചോദിക്കും. നീ വലിയ റിസ്ക് എടുക്കുന്നത്, ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. വേണോ? വേണം. ഞാൻ തീരുമാനിച്ചതാ. നീ ഇനി എന്നെ പിന്തിരിപ്പിക്കരുത്. ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. 10,000 മതിയോ മോളെ? അത് മതി അങ്കിൾ. അല്ല, പോരാതെ ഒന്നാ വേറെ ബാഗിലുണ്ട്. ഓക്കെ. അതെ, ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അവരെ വിളിക്കാം. എന്നാ വിളിക്ക്. എന്നിട്ട് മോള് പറഞ്ഞാ മതി എങ്ങോട്ട് പോണമെന്ന്. അന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ക്ഷീണം ഇന്ന് അങ്കിളിന് തീർക്കണം. ഓക്കെ അങ്കിൾ. ഹാപ്പി അങ്കിൾ. വാ. Come on, come on, everybody. Come on, come on, everybody. കൈ നിറയെ കടം തരുമോ മനസ്സിൻ മണിപ്പളുങ്ക്, മിഴി നിറയെ നിറം പകരും കാണാത്ത കണിക്കനവ് മണിപ്പളുങ്ക്.
കണിക്കനവ് ഫ്രണ്ട്സിനെ എല്ലാം ഇഷ്ടായോ? പിന്നെ കൂടുതൽ ഇഷ്ടായത് ആരെയാ? എന്നെയല്ലേ? അത് പറയാനുണ്ടോ നിധിക്കുട്ടി? എന്നാ അങ്കിൾ എന്റെ ചെറിയൊരു ഇഷ്ടം സാധിച്ചു തരുമോ? എന്തിനാ ചെറുതാക്കുന്നേ? വലിയ ഇഷ്ടം തന്നെ സാധിച്ചു തരാം. ഇപ്പൊ ഇതൊക്കെ പറയും, കേട്ട് കഴിയുമ്പോ കാലം മാറും. എന്റെ മോളുടെ ഈ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്കിള് അനിമലങ്ങളാന്ന് പറഞ്ഞ് നടക്കണേ? എങ്കിൽ അങ്കിളിന് ഒരാളെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ? മോള് തമാശ പറഞ്ഞാണല്ലേ? അല്ല, എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരാളെ കൊല്ലണം. പറ്റുമോ? അതാരാ മോളെ ഉപദ്രവിച്ചത്? അത് പറയാം. പറ്റുമോ? കൊല്ലാൻ പറ്റുമോ? ഞാൻ സുഖമായി സന്തോഷമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതി. അല്ല, എന്നെ കണ്ട ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞല്ലേ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളാൻ. എന്താഗ്രഹവും സാധിച്ചു തരൂന്ന്. എന്നിട്ടാ മോളെ അത് അങ്കിൾ. വേണ്ട, എന്നോട് ഇഷ്ടമില്ലാന്ന് അറിയാം എനിക്ക്. അതല്ല മോളെ, കൊന്നാൽ അങ്കിളിനെ പോലീസ് പിടിക്കില്ലേ? എല്ലാരെയും അറിയിച്ച കൊല്ലുക. അറിയണ്ട കൊല്ലണ്ടേ, ആരും അറിയാണ്ട്. ആ ശരി ശരി. ആരെയാ മോക്ക് കൊല്ലേണ്ടത്? എന്റെ പപ്പയെ. നോക്കു മോഹൻ, അയാൾ എത്ര വൃത്തികെട്ടവനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവൾക്കും അറിയാം. പിന്നെ ഇവിടുന്ന് എന്ത് ഭാവിച്ച? അയാളുടെ കൂടെ സ്കൂട്ടറിൽ ലോകം മുഴുവനും കറങ്ങി നടക്കുക, തോന്നുമ്പോഴൊക്കെ അയാളുടെ ഫ്ലാറ്റിൽ കയറി ഇറങ്ങുക. ഇതിപ്പോ മോഹൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ? പോട്ടെ, വഴക്ക് പറയണ്ട. ഇനി അവൾ ആവർത്തിക്കില്ല. എന്താ നിധി? എന്ത് ചോദിച്ചാലും മുഖം വീർപ്പിച്ചോണ്ട് ഒരു നിൽപ്പ്, അത് കാണുമ്പോഴാ എനിക്ക് കലി കയറുന്നേ. ദേ, ഇനി മേലാൽ അയാളെ കാണുകയോ മിണ്ടുകയോ കൂട്ടുകൂടുകയോ ഒന്നും വേണ്ട. മനസ്സിലായോ? ആവശ്യത്തിന് ഫ്രീഡം ഒക്കെ ആവാം, അതാരും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. പക്ഷെ ആവശ്യത്തിന് മാത്രം മതി. നീ എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? പോടെ അപ്പുറത്ത്. എന്താ നിന്റെ ഉദ്ദേശം? അറിഞ്ഞിട്ടെന്തിനാ? പറ, എന്ത് റിലേഷൻഷിപ്പാ നിങ്ങൾ തമ്മില്? I love that old man. അവൻ ഇത്രയും വലിയ നാറിയാണെന്ന് ആർക്കെങ്കിലും തോന്നൂ? കാണുന്നവർക്കൊക്കെ എന്തൊരു മാന്യൻ. ആട്ടുംതോലും പോത്തുംതോലും ഒരുമിച്ചിട്ട ചെന്നായി. അവനെ കൊല്ലുക തന്നെ വേണം മോളെ, സംശയമില്ല. ഇപ്പോഴെങ്കിലും അങ്കിളിന് ബോധ്യമായല്ലോ. അതുകൊണ്ടല്ല മോളെ, നമുക്കാർക്കും കുഴപ്പമില്ലാതെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വഴിയുണ്ടെങ്കിൽ അത് ആലോചിച്ചുകൂടെ? പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചാൽ മിനിമം 7 വർഷം അകത്ത് കിടക്കേണ്ടി വരും. അതൊക്കെ എനിക്ക് അറിയാം. എന്നാ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഓ, എന്നിട്ട് വേണം എല്ലാരും അറിയാൻ, പേപ്പറിലും വന്ന് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടാവാൻ. വനിതാ കമ്മീഷൻ പരാതി കൊടുത്താലോ? അപ്പോഴും എല്ലാരും അറിയില്ലേ? ഓ, മാത്രല്ല മമ്മി അറിഞ്ഞ എന്താ ഉണ്ടാവുക? മമ്മി അറിയാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല. അപ്പൊ പിന്നെ കൊല്ലണം, കൊല്ലിയേ വഴിയുള്ളൂ. എന്നാലും മോളെ, അങ്കിൾ ഒരാളെ കൊല്ലുക എന്ന് വെച്ചാ? എനിക്കറിയാം, അവസാനം അങ്കിൾ ഇതേ പറയൂന്ന്. അല്ല മോളെ, അങ്കിൾ ഒന്നോടെ ആലോചിച്ചിട്ട്.
ചോദിക്കണ്ട. പോ ഇവിടുന്ന്. മോളെ പോവാൻ. മോളെ എന്താ ഇത്? പോയിക്കോ. എന്റെ മുമ്പിൽ കാണരുത് നീ. എവിടെയെങ്കിലും പോയിക്കോ. മോളെ മോളെ അങ്കിള് വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വേണ്ട. പോ. പോ. എറിയല്ലേ. അനിമൽ അങ്കിള് ചതിയനാ. അയാൾ ചെയ്യൂല. എത്ര വട്ടം ഞാൻ പറഞ്ഞു നോക്കി, എന്നിട്ടും അയാൾക്ക് തമാശ. പിന്നെ കുറെ സിമ്പതി കാണിക്കലും. വെറുതെ അയാളുടെ പുറകെ നടന്നു. അയാൾ പോട്ടെ അല്ലേ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് ചെയ്യുന്നു ആലോചിക്കായിരുന്നു ഞാൻ. അങ്കിള് ചെയ്യൂലെങ്കിൽ വേണ്ട. നിനക്ക് അയാളെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമോ സന്ദീപ്? പറ്റില്ലേ? വേണ്ട. ഇരിയട അവിടെ. ആരും കൊല്ലണ്ട. ഞാൻ തന്നെ കൊല്ലും. 12 years ജയിലിൽ കിടക്കണമെന്നല്ലേ ഉള്ളൂ. കിടക്കാം. ഇതിലും ഭേദം അതല്ലേ. എന്റെ മമ്മിയും കനിമോള് എപ്പോഴും കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോഴാ. അത് സാരല്ല. നിധിക്കുട്ടി വാ. ഇല്ല. അങ്കിളല്ലേ വിളിക്കുന്നേ, വാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? വാടോ, എനിക്ക് സംസാരിക്കാനുണ്ട്. വേണ്ട. വാ. മര്യാദക്ക് ഡെയിലി 4 പെഗ്ഗു അടിച്ചോണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഞാനാ ഇപ്പൊ ഒരു ഫുൾ ബോട്ടിൽ അടിച്ചാൽ പോലും രക്ഷയില്ല. കംപ്ലീറ്റ് ഉറക്കവും പോയി. എല്ലാത്തിനും കാരണം മോളാ. വാ. സോറി മോനെ, ഇതൊരു അല്പ സീരിയസ് കാര്യാ. നമുക്ക് പിന്നെ പരിചയപ്പെടാം. മോള് വാ. വാ. ആദ്യം ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കണത് മാറ്റി ഒന്ന് ചിരിച്ചേ. പിന്നെ ചിരിക്കാൻ പറ്റിയ നേരം. പോട്ടെ. ആരാ പയ്യൻ? എന്റെ ഫ്രണ്ട്. ശരി, എന്ത് ഫ്രണ്ട്, എങ്ങനെ ഫ്രണ്ട് എന്നൊക്കെ അങ്ങള് പിന്നെ ചോദിച്ചോളാം. അവനറിയാവോ പപ്പയെ കൊല്ലാൻ പോണ വിവരം? അവന് മാത്രമാണോ അതോ വേറെ ഫ്രണ്ട്സിനൊക്കെ അറിയാവോ? എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? അല്ല, അങ്കിള് പപ്പയെ കൊല്ലുകയെന്ന് വെക്കുക. വേണ്ട, ഇനി അത് പറയണ്ട. നിൽക്ക്. മോക്ക് വേണ്ടി അങ്കിള് പപ്പയെ കൊല്ലുന്നു. വെറുതെ പറയല്ലേ. അല്ല, അങ്കിള് തീരുമാനിച്ചു. അങ്കിള് സത്യം? സത്യം. താങ്ക് യു അങ്കിൾ. ഓക്കെ മോളെ, ഇനി മോള് ഫ്രണ്ടിനെ വിളിക്കും. സന്ദീപ്, അങ്കിള് സമ്മതിച്ചു. സന്ദീപ് വിളിച്ചു കൂവാതെ ആരെങ്കിലും കേൾക്കും. ശരി, വാ. ഇരിക്കെ. എങ്ങനെയാ കൊല്ലുക? എപ്പോ? എവിടെ വെച്ച്? അതൊക്കെ ഇനി തീരുമാനിക്കണം. ഇവനാ ഞാൻ പറഞ്ഞ ആദിത്യവർമ്മൻ, എന്റെ ക്ലാസ്മേറ്റ്. അപാര ബ്രെയിനാ. ഐഡിയ ഒക്കെ ഇവൻ തരും. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സീക്രട്ട് ആയിരിക്കുമല്ലോ. 100% വിശ്വസിക്കാം. ആദി, ഇതാ മാനുവൽ അങ്കിൾ. ഹലോ. ഹലോ, വാ. ഇവന്റെ പാരന്റ്സ് ഡൽഹിയിലാ. ഡാഡി CBI, മമ്മി IPS, മമ്മി ഇപ്പൊ ജലന്ധറിൽ SP ഇല്ലേ? അതെ. ഇവിടെ ഇപ്പോ ഇവന്റെ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, അപ്പൂപ്പന് കണ്ണു കാണൂല. കാറ്ററാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിപ്പാ. ചെവി പണ്ടേ ഔട്ട്. ആർമി കേണലായിരുന്നു. ആദ്യാണോടാ? അതെ അപ്പൂപ്പ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. വാ, ഇതെന്റെ ഫ്രണ്ട്സ്. ഇത് മാഷ്. വാ, ഇരിക്കൂ. എത്ര പേരെ കൊല്ലണമെന്നാ പറഞ്ഞേ? നീ മറന്നുപോയോ ഒരാളെ? നിധിയുടെ പപ്പയെ. ഓ യെസ്, ഞാൻ ഓർക്കുന്നു. ഇംഗ്ലീഷ് നോവൽസ് വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ? ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല മർഡേഴ്സ്, എക്സൈറ്റിംഗ് ക്രൈംസ് ഒക്കെ ഇംഗ്ലീഷിലേ കാണാൻ പറ്റൂ. ഒരാളെ മാത്രമേ കൊല്ലാനുള്ളൂവെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഫോളോ ചെയ്യാം. ഷെർലക് ഹോംസിന്റെ ഞാൻ റെഡ് ഇങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരാളെ സിമ്പിളായി കൊല്ലാൻ പറ്റും. മറ്റേ ഇല്ല മർഡർ മെത്തേഡ്സ് ഈ ബുക്സിലുണ്ട്. അഗത ക്രിസ്റ്റി, പോൾ ബ്രിഗ്ഹിൽ. മർഡർ നേരിട്ട് കണ്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ CDs കാണാൻ നല്ലതാ. ഒരു ധൈര്യം കിട്ടും. അല്ല,
ഇതിലൊക്കെ അവസാനം കൊല്ലണയാളെ പിടിക്കുമല്ലേ? അത് പിന്നെ നോവലിൽ വില്ലനെ നായകൻ പിടിച്ചില്ലെങ്കിൽ പുസ്തകം ചെലവാകില്ല. സിനിമയിലും അങ്ങനെ ചെയ്താലേ ഈ സൂപ്പർ സ്റ്റാർസിനെ പിടിച്ചെടുക്കാൻ പറ്റൂ. ഈ നോവലിലും സിനിമയിലും അല്ലാത്ത വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ ഒരാളെ കൊല്ലാൻ? പേടിയുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല. എങ്കിലും എന്റെ സ്വന്തം ചില ഐഡിയാസ് ഫോളോ ചെയ്യാം. ഞാൻ കുറെ കൊല്ലമായി ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു 10-25 കൊല്ലമായി കാണുമാവോ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബി സീരിയസ്, വി ആർ ഡിസ്കസിംഗ് എ സീരിയസ് മാറ്റർ. എന്റെ ഈ മെത്തേഡ് അനുസരിച്ച് മാനവരങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിധിയുടെ പപ്പയ്ക്ക് ക്ലബിലോ ബാറിലോ മറ്റോ പോകുന്ന സ്വഭാവമുണ്ടെങ്കിൽ അങ്കിൾ അവിടെ ചെല്ലുക. എന്നിട്ട് പപ്പയെ അറിയാതെ പാർക്ക് ചെയ്ത കാറിന്റെ പിൻസീറ്റിൽ ഒളിക്കുക. കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ലോക്ക് ചെയ്ത കാർ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കാം. ശരി, എന്നിട്ട് പപ്പ കാർ ഓടിച്ചു പോകുമ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എന്നിട്ട് പാൻറിന്റെ പുകയിൽ കരുതി വെച്ച കയർ മെല്ലെ എടുത്ത് സഡനായി പപ്പയുടെ കഴുത്തിലിട്ട് കുരുക്കുക. സൂക്ഷിക്കണം, കഴുത്തിൽ കൃത്യമായി വീഴണം. തേർഡ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ കഴുത്തിൽ കുരുക്കിട്ട് കഴിഞ്ഞാൽ വണ്ടി ഈ പാലം വഴി വരാൻ പറയുക. സാധാരണ പോലെ ഓടിക്കാൻ അയാൾക്ക് അവസരം കൊടുക്കണം. വണ്ടി പാലത്തിലെത്തിയാൽ കുരുക്ക് മുറുക്കുക. എന്ന് വെച്ചാൽ പപ്പ പിടങ്ങി മരിക്കുന്നത് വരെ. ഫോർത്ത് സ്റ്റെപ്പ് സിമ്പിളാണ്. മരിച്ചു എന്നുറപ്പായാൽ അങ്കിൾ കാറിൽ നിന്ന് ഇറങ്ങുന്നു, കുരുക്കൂരി മാറ്റുന്നു, ചുറ്റും നോക്കി മറ്റ് വാഹനങ്ങളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ബോഡി ഉൾപ്പെടെ കാർ ഈ കായലിൽ തള്ളുന്നു. ഒന്നെങ്കിൽ കാർ കായൽ താണ് വെക്കുള്ളൂ, ഇല്ലെങ്കിലും ഭയപ്പെടേണ്ട, ഇതൊരു ആക്സിഡന്റ് എത്താണെന്ന് ആളുകൾ കരുതിക്കൊള്ളും. എനി ഡൗട്ട്സ്? മോനെ, ഒരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. ഈ കുരുക്ക് കഴുത്തി മുറുകുമ്പോ വണ്ടി കൺട്രോൾ വിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാലോ? അപ്പോ പിന്നെ ഇവളുടെ പപ്പ എന്നെ കയറി അറ്റാക്ക് ചെയ്യല്ലേ? അങ്ങനെ ഒരു പേടിയുണ്ട്. നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം, കുറച്ചുകൂടി ഇന്റലിജന്റ് ആയ ഒരു മെത്തേഡ്. ഓക്കെ ഓക്കെ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിധിയുടെ പപ്പയെ അങ്കിൾ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കുക എന്നതാണ്. അതെങ്ങനെ എത്തിക്കും? അത് നമുക്ക് ആലോചിക്കാം. ആദ്യം മെത്തേഡ് പറയട്ടെ. അങ്കിൾ അവിടെ വെച്ച് അയാൾക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു. അങ്കിൾ കുടിക്കരുത്, കുടിക്കുന്നത് അഭിനയിക്കുക. എന്നിട്ട് ഇടയ്ക്ക് അങ്കിളിന്റെ കയ്യിലെ ഗ്ലാസ് അറിയാതെ താഴെ വീഴുന്നു. ഗ്ലാസ് പൊട്ടണം. പിന്നെ സോറി പറഞ്ഞ് ഗ്ലാസ് പീസുകൾ പെറുക്കിയെടുത്ത് അങ്കിൾ ദൂരെ എറിയുന്നു. എന്നാൽ ഒരു ഗ്ലാസ് പീസ്, മൂർച്ചയുള്ള ഒരു ഗ്ലാസ് പീസ് മാത്രം അങ്കിൾ ദൂരെ എറിയുന്നില്ല. അത് ക്ലെവറായി കയ്യിൽ ഒളിപ്പിക്കുന്നു. പിന്നെ സംസാരിച്ച് അങ്കിൾ പപ്പായുടെ പിന്നിലെത്തുന്നു. സഡനായി ഗ്ലാസ് പീസ് പപ്പായുടെ കഴുത്തിൽ അമർത്തുന്നു. ബി കെയർഫുൾ, പിന്നെ വിടരുത്, അയാൾ മരിക്കും വരെ. അങ്കിളിന്റെ കൈ മുറിഞ്ഞിരിക്കും, എങ്കിലും വിടരുത്. ഇങ്ങനെ ഒരു സീൻ അബ് തക് ചപ്പൻ എന്ന ഹിന്ദി പടത്തിലുണ്ട്. പക്ഷേ അയാൾ കുതറിയാലോ, എന്നെ ഇടിച്ചു വീഴ്ത്തിയാലോ? അപ്പൊ അയാളെ ഫിസിക്കലായി കീഴ്പ്പെടുത്താമെന്ന് കോൺഫിഡൻസ് ഇല്ല? അല്ല, അയാളോട് നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാ സേഫ് ആയിട്ട് കൊല്ലാൻ വേറെ വഴിയൊന്നുമില്ലേ? അതിന് സിമ്പിളായ ഒരു വഴിയേ ഉള്ളൂ, ഷൂട്ട് ചെയ്യുക. അത് കൊള്ളാം, അത് സേഫാ. പക്ഷേ അതിന് ഗൺ വേണ്ടേ? ഗണ്ണൊക്കെ ഉണ്ട്. 60s ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന സർവീസ് ഗണ്ണ, ബുള്ളറ്റ്സും ഉണ്ട്. പക്ഷേ അപ്പൂപ്പൻ അത് അലമാരി വെച്ച് പൂട്ടിയിരിക്കുക. അത് എടുക്കാൻ പറ്റിയാൽ നല്ലതാ. ലൈസൻസ് ഒന്നും പുതുക്കാത്തോണ്ട് ഇപ്പൊ ഈ തോക്ക് ഒരു രേഖയിലും ഉണ്ടാവൂല. ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഏത് കണ്ണിൽ നിന്ന് വന്നൊന്നും പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സേഫാ. പക്ഷേ ഗണ്ണങ്ങനെ എടുക്കൂന്ന അത് ആദ്യം വിചാരിച്ച പറ്റും. അപ്പൂപ്പൻ അറിഞ്ഞാലോ? അറിയാതെ എടുക്കണം. ശ്രമിക്കാം. ആദിക്ക് ഇത് നന്നാക്കാൻ പറ്റുമോ? ഷുവർ, ഇത് സിമ്പിൾ ഫോൾട്ടാ, ഐ ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ആദി, മാനുവൽ അങ്കിളിനും ഗണ്ണ് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ, അതാ പ്രശ്നം. അത് ഞാൻ ശ്രമിച്ചു നോക്കാം. ഇറ്റ്സ് നോട്ട് ഈസി. അങ്കിൾ ട്രെയിൻ ചെയ്യണം, ഞാൻ പഠിപ്പിക്കാം. ഡൽഹിയിലായിരുന്നപ്പോൾ ഡാഡി എന്നെ പഠിപ്പിച്ചു തന്നതാ. യു നോ, മൈ ഫാദർ ഈസ് എ ഷാർപ്പ് ഷൂട്ടർ. എന്നാലും പബ്ലിക് പ്ലേസിൽ വെച്ച് അങ്കിൾ അയാളെ ഷൂട്ട് ചെയ്യുന്ന റിസ്കാ. എത്ര ശ്രമിച്ചാലും എങ്ങാനും ഉന്നം തെറ്റിയാലോ? മാത്രമല്ല അപ്പൊ ആളുകൾ കാണുകയും ചെയ്യും, തൊണ്ടിയോടെ പിടിക്കപ്പെടും. പിന്നെ എന്ത് ചെയ്യാതെ? അയാളുടെ അടുത്ത് അങ്കിൾ ചെല്ലുന്ന റിസ്കാ. അപ്പൊ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, അയാളെ വിളിച്ചു വരുത്തണം, എന്നിട്ട് മറങ്ങി എന്ന് ഷൂട്ട് ചെയ്യുക. അതിന് ഞാൻ വിളിക്കുന്നിടത്ത് അയാൾ വരുവോ? വരുത്തണം. അതെങ്ങനെ? അതിനൊരു ഐഡിയ കണ്ടെത്തണം.
കുറച്ച് ബുദ്ധിമുട്ടാ. പറ്റും. ഒന്നെങ്കിൽ ബ്ലാക്ക് മെയിൽ, അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. വെയിറ്റ് ബ്ലാക്ക്മെയിൽ ചെയ്യാം. അങ്കിളും ഞാനും തമ്മിൽ കമ്പനി ഉള്ളത് അയാൾക്കറിയാം. എന്നെ ഉപദ്രവിക്കുന്നതെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്കിൾ ഫോൺ ചെയ്ത് അയാളോട് പറയാം. എന്നിട്ട് ത്രെട്ടൺ ചെയ്യാം. മമ്മിയോടും ആരോടും പറയാതിരിക്കാൻ പണം ആവശ്യപ്പെടുക. പിന്നെ രാത്രി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ പണവുമായി വരാൻ പറയണം. എന്നിട്ട് ആദ്യം പറഞ്ഞതുപോലെ മറിഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുക. ഐഡിയ കൊള്ളാം. എന്നാലും അയാൾ വരുമോ? വരും. മമ്മി അറിയുന്നതിൽ അയാൾക്ക് പേടിയുണ്ടാവും. യു ആർ കറക്റ്റ് നിധി. ഈ ഐഡിയ വർക്കൗട്ട് ആവും. അപ്പൊ ഒടുക്കം ആദിയുടെ ഐഡിയ അല്ല, എന്റെ നിധിക്കുട്ടിയുടെ ഐഡിയ ആണ് വർക്കൗട്ട് ആയെന്ന് ചുരുക്കം. അതങ്ങൾ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ടേക്ക് ഇറ്റ് ഈസി ആദി മോനെ. ഗൺ നിന്റെ അല്ലേടാ. അപ്പോ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഇല്ലേ ആദി? യെസ്. എന്താ സന്ദീപ്? അങ്കിളാ പറയേണ്ടത്. അങ്കിൾ എന്താ അങ്കിൾ? ഓക്കെ ആണ്. പിന്നെന്ത് ഡൗട്ട്? ഇനി ലാസ്റ്റ് മിനിറ്റിൽ അങ്കിൾ കാല് മാറുമോ? മോക്ക് ടെൻഷനായോ? ഇല്ല, അങ്കിൾ കാല് മാറില്ല. അങ്കിൾ തീരുമാനിച്ചതാ. ഇനി എപ്പോ എവിടെ വെച്ചാണെന്ന് പറഞ്ഞാ മതി. എന്റെ നിധിക്കുട്ടിക്ക് സന്തോഷായില്ലേ? അങ്കിളിന് അത് മതി. ഇനി എല്ലാം കഴിഞ്ഞ് എങ്ങാനും ഞാൻ പിടിക്കപ്പെട്ടാൽ ധൈര്യമായിട്ടിരുന്നു. നിങ്ങളെ 3 പേരെയും അങ്കിൾ കാട്ടിക്കൊടുക്കില്ല. മർഡർ പ്ലാൻ ചെയ്തതും നടത്തിയതും എല്ലാം ഞാൻ തനിച്ച് മാത്രമാണെന്ന് പോലീസിനോട് പറഞ്ഞോളാം. നോക്ക്, ഈ ചെറുപ്രായത്തിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. എന്നുവെച്ച് സത്യം ഒരിക്കലും പുറത്തു വരില്ല എന്ന് മോള് വിചാരിക്കണ്ട കേട്ടോ. ദാ ഇവനെ കണ്ടപ്പോഴേ എനിക്കറിയാം ഇവനാളത്ര ശരിയല്ലെന്ന്. മോള് നോക്കിക്കോ, എന്നെങ്കിലും സത്യം ലോകം അറിയുന്നുണ്ടെങ്കിൽ അത് ഇവന്റെ വായിലൂടെ ആയിരിക്കും. അപ്പൊ പിന്നെ ഇവൻ സത്യം പറയാതിരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ മോളെ. അതെന്താന്നറിയാവോ? മോള് കുറച്ചുകൂടെ വലുതാവുമ്പോ ഇവനെ കല്യാണം കഴിക്കും. ഒരുത്തനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ സത്യത്തിൽ അവനെ തട്ടുന്നതിന് തുല്യമാ. കെട്ടിക്കഴിഞ്ഞ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയുടെ അനുവാദം ഇല്ലാതെ കമാന്നൊരു അക്ഷരം വേണ്ടി ചരിത്രമുണ്ടോ? ഇല്ലടാ മോനെ. ഗൺ റെഡി. ഇനി ഇത് ബുള്ളറ്റ്സിൽ ഓടിയാൽ മാത്രം മതി. നോക്കട്ടെ. I'm like a queen of the dark side. I love mercy while I give it to him. Now watch your face. And as you can see, retribution like protection at gunpoint. I like clean. മഞ്ഞു പോലൊരു പെൺകനവ് അവളുടെയുള്ളിൽ ചെങ്കനല് സൂര്യകോപവുമായി ഒരു മുഖം ആ മുഖകാന്തിയിലേതോ താപം ഈ കുഞ്ഞു മനസ്സ് ഒരു കണ്ണീർ കണിമുത്ത് മിഴിനീർ ചിരിമുത്തിൽ കഥ പറയുന്നൊരു മൗനം അത് പടർന്നാൽ ജ്വാലകളാകും അത് തൊടുമ്പോൾ ഹിമമലയൊരുകും സാന്ത്വനങ്ങളെവിടെ ഇതകളിയും ഓർമ്മ പോലും എവിടെ ഒന്ന് പറയൂ
ഈ പൂവിന്നിടനെഞ്ചിൽ പൂമ്പരാഗമല്ല, ഇടിമിന്നൽ ചിതറുന്നൊരു തപ്ത ബാഷ്പധാര. പഴങ്കഥയായി ഇവൾ കരയില്ല, കേളും കിളിമകളായി ഇവൾ തേയില്ല. ഇവളിനിമേൽ ചുരുക്കാറ്റ്, ചുട്ടരിക്കും ഒരു കാറ്റ്. ഈ കൈകൾ വിടുതെറിയും കാട്ടുനീരികളെ. ഇനിമേൽ കാറ്റ്, ചുട്ടരിക്കും ഒരു കാറ്റ്. ഈ കൈകൾ വിടുതെറിയും കാട്ടുനീരികളെ. പഴങ്കഥയായി ഇവൾ കരയില്ല, കേളും കിളിമകളായി ഇവൾ തേങ്ങില്ല. ഇവളിനെ ചുടുകാറ്റ്, ചുട്ടരിക്കും ഒരു കാറ്റ്. ഈ കൈകൾ വിടുതെറിയും കാട്ടുനീരികളെ. We gotta get it. We gotta get it. Sometimes I'm like a friend on a black night, huh? Would you like it? Would you give it a damn to see the blood, huh? But I wanna see, huh? Confrontation, WND at gunpoint. I like it clean. മഞ്ഞു പോലൊരു പെൺകനവ്, അവളുടെയുള്ളിൽ ചെങ്കനല്. മാനുവൽ, മാനുവൽ. മാനുവൽ, പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട് ആദ്യം ഒന്ന് ഉന്നം പിഴച്ചു, ഇനി പിഴക്കില്ല. മാനുവൽ, നോ. താൻ ആവശ്യപ്പെട്ടത് ചെയ്യാം, അതിനാ ഞാൻ വന്നത്. നിന്റെ പണം ആർക്ക് വേണം? നിന്നെ ഇവിടെ വരുത്താൻ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. മാനുവൽ, വേണ്ട പ്ലീസ്. ഇല്ലടാ, എനിക്ക് കൊല്ലാതെ പറ്റില്ല.
ഞാൻ എന്റെ നിധിമോക്ക് വാക്കുകൊടുത്തുപോയി. അവക്ക് വേണ്ടിയാണിത്. ഇന്നത്തോടെ അവളുടെ എല്ലാ സങ്കടങ്ങളും തീരണം. ഹലോ സന്ദീപ്, എനിക്ക് ആകെ ടെൻഷൻ. ഇപ്പൊ അങ്കിള് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ അയാള്? എന്താ ഇത്ര ലേറ്റ് ആയേ? സെല്ലിൽ വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. എംഡിയുടെ ഡിന്നർ കഴിഞ്ഞപ്പോൾ ലേറ്റ്. എന്താ ഈ വേഷങ്ങനെ? അത് തിരിച്ചു വരുമ്പോ സ്റ്റാഫ് കയറിയ വണ്ടി ഒരു ആക്സിഡന്റ് ആയി. ആർക്കും ഒന്നും പറ്റിയില്ല. വണ്ടി വലിച്ചു കയറ്റുന്നതിനിടയ്ക്ക് പറ്റിയതാ. അല്ല, പെണ്ണുങ്ങളായിരിക്കും മനുഷ്യനെ മെനക്കെടുത്തത്. അവിടെ കിടന്നായിരിക്കട്ടെ. ഹലോ സന്ദീപ്, പപ്പ തിരിച്ചു വന്നു. അങ്കിളിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. നിന്നെ പപ്പ കണ്ടോ? ഇല്ല. ഇനി എന്താ ചെയ്യാ? ഞാൻ ആദ്യം വിളിച്ചു നോക്കാം. നീ ടെൻഷൻ അടിക്കണ്ട. നേരം വിളിച്ചിട്ട് എന്താന്ന് അന്വേഷിക്കാം. ഒരു ഉത്തരവാദിത്വമില്ലാതെ ജീവിച്ചപ്പോഴേ തോന്നിയിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇയാളുടെ അന്ത്യം ഒന്ന്. എന്നാലും ഇത്രയും ദൂരെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഇയാൾ തൂങ്ങിയത് എന്തിനാ? ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു തരം തോന്നല. അത് തോന്നിയാ പിന്നെ സ്ഥലവും കാലവും ഒന്നും നോക്കത്തില്ല. എവിടെയെന്ന് വെച്ചാലും ചെയ്തിരിക്കും.
സൂയിസൈഡ് ചെയ്ത് തന്നെയാണോ? ആവാൻ വഴിയില്ല. എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല. മോള് പേടിക്കണ്ട, ആന്റി ആരോടും പറയില്ല. എനിക്കെങ്ങനെ അറിയാം? നോക്ക്, ആന്റിക്ക് ചിലതൊക്കെ അറിയാം. മോൾ അങ്കിളിനോട് കൊല്ലാൻ ആവശ്യപ്പെട്ടതും ഇന്നലെ രാത്രി അങ്കിൾ അതിന് പുറപ്പെട്ടതും. പറ, പിന്നെന്താ സംഭവിച്ചത്? മോൾ അപ്സെറ്റ് ആവണ്ട. ആന്റിക്ക് മാത്രമേ അറിയൂ. ആന്റിയോട് മാത്രമേ അങ്കിള് പറഞ്ഞിട്ടുള്ളൂ. വാ, ഇരിക്ക. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് അങ്കിൾ അങ്ങോട്ട് പോയത്. നല്ല ഫോമിലാ കയറി വന്നത്. ആ സമയത്ത് വന്നതിന് ആന്റി കുറെ വഴക്ക് പറഞ്ഞു, എന്നിട്ടും പോയില്ല. ഞാൻ പൊയ്ക്കോളാം ശാലിനി. ചിലപ്പോ ഈ രാത്രി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഇവിടെ കയറി വരാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഇപ്പൊ കുറച്ചു നേരം നീ എന്നെ സഹിച്ചേ പറ്റൂ. ഈ ആനിമലെങ്കിലെ നീ മനസ്സിലാക്കി കൊടുത്തോളൂ. ഇവിടെ ഒരു നാറികളും മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടോടി പേടിത്തൂറി പെണ്ണെ? ഞാൻ ഇന്ന് വരെ നിന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടോ? അനാവശ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇവിടുത്തെ സദാചാരക്കാര് പറഞ്ഞു നടക്കുമല്ലേ ഞാനും നീ നമ്മെ ചുറ്റിക്കളിയിലാണെന്ന്. നിനക്കതിൽ വിഷമം ഉണ്ടോടി മോളെ? എന്റെ അങ്കിളെ, നമുക്ക് നാളെ സംസാരിക്കാം. ഇപ്പൊ പോ. ഇല്ലില്ല, ഇന്ന് തന്നെ സംസാരിക്കണം. ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒരുത്തനെ കൊല്ലാൻ പോവാ. ഭ്രാന്ത് പറയാതെ എണ്ണീറ്റ് പോയേ. ആനിമലങ്ങൾ പറയണതും ഭ്രാന്ത്, ആനിമലങ്ങൾ കാട്ടി കൂട്ടണതും ഭ്രാന്ത്. അതാണല്ലോ പതിവ്. എന്നാ കേട്ടോ, ഇതാ ഭ്രാന്തിന്റെ ക്ലൈമാക്സ്. സ്വബോധത്തോടെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഞാനൊരുത്തനെ തട്ടാൻ പോവാ. ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് സംഭവിച്ചിരിക്കും. ഇതിപ്പോ എന്തിനാ നിന്നോട് പറയണമെന്ന് വെച്ചാ, ചിലപ്പോ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പോ ഒരു സാക്ഷി വേണം. അതാണ് നീ. എല്ലാവരുടെയും മുമ്പിൽ മാനുവൽ കോമാളിയല്ലേ? പെമ്പർനോത്തി അമേരിക്കയിൽ നിന്ന് അയച്ചിരുന്ന കാശ് കൊണ്ട് പുട്ടടിച്ച് കിടക്കുന്ന ഏമ്പോക്കി. പക്ഷെ നിനക്കറിയോ, അവളുടെ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ ഇതുവരെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ല. അത് മുഴുവൻ അവളുടെ പേരിൽ തന്നെയുണ്ട്. ദാ പാസ്ബുക്ക്. ഇനി നീ ഇത് സൂക്ഷിക്കേ. എന്നെങ്കിലും അവള് വരുമ്പോ ഒന്ന് കാർപ്പിച്ച് തുപ്പിയിട്ട് കയ്യിൽ വെച്ച് കൊടുക്ക്. അവള് വാങ്ങും. ഞാൻ പുട്ടടിച്ച് നടക്കണതേ എന്റെ അപ്പം കൊച്ചുപറിയത് എന്റെ പേരിൽ എഴുത്തുന്ന പുരയിടവും റബ്ബർ തോട്ടവും വിറ്റ് തൊലച്ചിട്ടാ. അത് തീരുമ്പോ ഈ മാനുവൽ വെറും ഇസ്പയുടെ 7-ാം കൂലി. പിന്നെ ഞാൻ അന്തസ്സായിട്ട് തെണ്ടും. എന്നിട്ട് ഏതെങ്കിലും ഓടെ കിടന്ന് ചാവും. അതിനു മുമ്പ് ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും. അതിനിപ്പോ കർത്താവ് ഒരു വഴി കാണിച്ചു തന്നിരിക്കുക. എന്റെ നിധിമോക്ക് വേണ്ടി ഇന്ന് ഞാനത് ചെയ്യും. ആദ്യം അവള് പറഞ്ഞപ്പോ ഞാൻ തമാശയായിട്ട് എടുത്തോളൂ. പിന്നെ തോന്നി അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. അവക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ ചത്തേ പറ്റൂ. ഒരാളെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ശാലിനി. ചിലപ്പോ എന്റെ കൈ വിറയ്ക്കും. എന്നാലും ഞാനത് ചെയ്യും. എന്നിട്ട് മാന്യമായി ജയിലിൽ പോയി കിടക്കും എന്റെ മോക്ക് വേണ്ടി. അവളുടെ വിചാരം ഞാനൊരു ബോറനാണെന്നാ. ആയിക്കോട്ടെ, അവൾ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഒരു മോളെ പോലെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾ ഒരിക്കലും അറിയണ്ട. അറിഞ്ഞാൽ ചിലപ്പോ അവക്ക് സങ്കടമായാലോ. സന്ദീപ്, കണ്ണ് മിസ്സിംഗ് ആണ്. എങ്ങാനും പോലീസിനെ കിട്ടേ തീർന്നു. നമ്മളും കൊടുങ്ങും. സൂയിസൈഡ് ആണെന്ന് കരുതിയിട്ടാ അവർ എവിഡൻസ് ഒന്നും തിരയാഞ്ഞത്. എങ്ങനെയെങ്കിലും കണ്ണ് തിരിച്ചിട്ടണം. അത് അവിടെ തന്നെ വെച്ചില്ലെങ്കിൽ അപ്പൂപ്പൻ അറിയും.
പിന്നെ ആകെ പ്രോബ്ലം. എന്താ ചെയ്യാതി? ആ ബിൽഡിങ്ങിന് അവിടെ എവിടെയെങ്കിലും തന്നെ വീണ് കാണും. നമുക്കൊന്ന് പോയി സെർച്ച് ചെയ്യാം. നിധി, നിധി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കൂ. ഞങ്ങൾ മേളിൽ നോക്കാം, വാ. നിധി, എന്താ? ഒന്നുമില്ല, ഞാൻ പോവാ. സന്ധ്യയായി, മമ്മി തിരക്കും. നിധി, ഈശ്വര, പിള്ളേര് ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. നിധിയുടെ അവസ്ഥയില് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയുള്ളൂ. എന്നാലും ആരെങ്കിലും ഇതറിഞ്ഞ? എന്റെ പേടി അതല്ല ചേച്ചി. നിധിയുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. തോക്ക് അവളുടെ കൈ കിട്ടിയിട്ടുണ്ടെന്നാ എന്റെ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ അവള് പപ്പയെ കൊല്ലും, ഉറപ്പാ. മൊബൈലിൽ വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫാ. എന്തെങ്കിലും ചെയ്തേ പറ്റുമോ ചേച്ചി? ഇനിയിപ്പോ നിവർത്തിയില്ല, നമുക്ക് നിധിയുടെ മമ്മിയോട് പറയാം. അയ്യോ വേണ്ട, കുഴപ്പാവും. സാരമില്ല, എപ്പോഴായാലും അവരറിയണം. എന്റെ മോള്, എന്റെ മോളിപ്പോ എവിടെ?
ഇപ്പൊ തോന്നുക ആദ്യമേ തന്നെ മമ്മിയോട് എല്ലാം തുറന്ന് പറഞ്ഞാ മതിയായിരുന്നു. എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ? എന്റെ ഈ പ്രായത്തിൽ എനിക്ക് അതിനുള്ള പക്വത ഇല്ലാഞ്ഞിട്ടല്ലേ? ക്ഷമിക്കണം കേട്ടോ. എന്നാലും എന്റെ പ്രോബ്ലംസ് ഒക്കെ തീർന്നു. ഇപ്പൊ ഞാൻ ഹാപ്പിയാ. മമ്മിയും കനിയും അതെ. ഇനി ഞാൻ നന്നായി പഠിക്കും, മിടുക്കിയാവും. ഞാൻ ചെല്ലട്ടെ, ബെല്ലടിച്ചു. Not far